ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ മുഹ്സിൻ റഷീദ് ഫ്രം കാലിക്കറ്റ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ചും അതിനു വേണ്ട ഫണ്ടമെന്റൽസിനെ കുറിച്ചും ടെക്നിക്കലെ കുറിച്ചുമുള്ള ഇൻഫർമേഷൻ വീഡിയോസ് ആണ് നമ്മൾ ഈ സീരീസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ലെങ്തി ടൈം തീർച്ചയായിട്ടും നിങ്ങൾ നോക്കരുത്. ടൈം കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. ആ വീഡിയോസ് കംപ്ലീറ്റ് കാണുക. അതിനുശേഷം ഈ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോസ് പഠിച്ച പ്രകാരം നമ്മുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണോ അതുപോലെയാണ് മാർക്കറ്റ് മുമ്പോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് വ്യത്യസ്ത സെക്ടറിൽപ്പെട്ട പോർട്ട്ഫോളിയോ തന്നെ രണ്ട് തരമുണ്ട്. ഒന്നാമത്തെ എന്താണ്? SIP ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ, അതായത് ഓണർഷിപ്പ് പോർട്ട്ഫോളിയോ എന്നാണ് പറയപ്പെടുക. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ സ്വിംഗ് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ വ്യക്തവും കൃത്യമായിട്ട് കാണുക. കണ്ടതിന് ശേഷം നോട്ട്സുകൾ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒക്കെ ഒന്നാമത്തെന്ന് പറയുന്നത് മന്ത്ലി SIP ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും 10 വർഷത്തെ സ്വിംഗ് ട്രേഡിങ്ങിനല്ല പറയുന്നത്. അത് ഓണർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഫണ്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പനിയുടെ സ്ട്രെങ്ത് ആണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓണർഷിപ്പാണ്. ഓക്കെ, പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ ലൈഫിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരും ഒരേ മേഖലയിലുള്ളതാണ് ജോലി ചെയ്യുന്നത്, ഒരിക്കലും അല്ല. വ്യത്യസ്ത സെക്ടറിൽപ്പെട്ട വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു എക്കോ സിസ്റ്റത്തിലാണ് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്ത സെക്ടറിൽപ്പെട്ട പലതരം പ്രീമിയം സ്റ്റോക്കുകളെ ഒരു ബാസ്ക്കറ്റിനാകുന്നു പോർട്ട്ഫോളിയോ. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, ഒരു സെക്ടറിൽപ്പെട്ട ഒരു സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. വ്യത്യസ്ത സെക്ടറിൽപ്പെട്ട 6 സ്റ്റോക്കിലോ, നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്ന 16 സ്റ്റോക്കിലോ നിങ്ങൾ ഓൺ സ്റ്റഡി ചെയ്തുകൊണ്ട് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഡിവിഡൻഡിന് വേണ്ടിയിട്ട്. ഓക്കെ, പോർട്ട്ഫോളിയോ സ്റ്റോക്സ് കമ്പൗണ്ട് ഗ്രോത്ത് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റോക്ക് നിലവിൽ കാണുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് 2 സ്റ്റോക്കിന് 1 രൂപ 2 രൂപ ഡിവിഡൻഡ് കിട്ടും. നമ്മൾ അതാണ് നോക്കുന്നത്. ആക്ച്വലി ആ 1 രൂപയും 5 രൂപയും 15 രൂപയൊക്കെ 15 കോടിയായിട്ടാണ്, 1 കോടിയും 15 കോടിയായിട്ടാണ് ഓരോരുത്തരിൽ വരുന്നത്. അതിൽ തന്നെ 150 കോടിയൊക്കെ വരുന്നുണ്ട് വർഷത്തിൽ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആണ് 1 ലക്ഷം രൂപ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. മാസത്തിൽ കോടികൾ വരുമാനം വരുന്ന ആളുകളുണ്ട്, ഡിവിഡൻഡ് വരുമാനം വരുന്ന ആളുകളുണ്ട്. അത് ബിസിനസ് ചെയ്യുന്ന കോർപ്പറേറ്റുകൾ ചെയ്യുന്ന ബിസിനസ് ലാഭവിഹിതമാണ്. ഓക്കെ, അപ്പൊ ഈ മാർക്കറ്റിന്റെ വാല്യുവേഷനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഞാൻ ഈ സ്റ്റഡി പർപ്പസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ 16 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റും ട്രേഡും ചെയ്യുക. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ലോക സമ്പന്നരുടെ ബിസിനസ്സാണ്. അതിന്റെ റേഞ്ചും ആ വാല്യുവേഷനും അറിയാതെ പങ്കെടുത്തത് കൊണ്ടാണ് ലക്ഷങ്ങളും കോടികളും ആളുകൾക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിലും സ്റ്റോക്ക് ട്രേഡിങ്ങിലും FNO ട്രേഡിങ്ങിലും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് സെബി ഇത്രയും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ വീഡിയോ തന്നെ വാർണിംഗിലൂടെ മാത്രമേ പറഞ്ഞ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഈ കാണിച്ചു തരുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൈ നനയാതെ മീനിനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കുറെ യുക്തി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇറിറ്റേഷൻ ആവുന്നത് ആ യുക്തി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. കാരണം എന്താ? ആ യുക്തി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയല്ല പ്രിയപ്പെട്ട സുഹൃത്തെ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ, അതായത് നമ്മുടെ 3 വർഷം അധ്വാനിച്ച 3 ലക്ഷം രൂപയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കുന്ന ബുദ്ധിയാണത്. അതൊരിക്കലും ഒരു ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, അത് യുക്തി എന്ന് പറയാൻ പറ്റില്ല. അത് അപകടം പിടിച്ച യുക്തിയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ നാച്ചുറൽ ലോന്റെ പാട്ടാണ്. ഗ്രീഡ് ഫിയർ ഒക്കെ ഉണ്ടാവും. അതൊന്നും ഇവിടെ പറ്റില്ല. ഞാൻ പറഞ്ഞത് ടൈം ബേസിൽ സ്റ്റഡിയിലൂടെ ഗ്രോത്ത് ആയിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റൂ. ലൈഫിൽ എങ്ങനെയാണോ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞാൽ അതുപോലൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ പോർട്ട്ഫോളിയോ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് 6 സ്റ്റോക്ക്, ഡിഫറെന്റ് സെക്ടറിൽപ്പെട്ട 6 സ്റ്റോക്കുകൾ അനലൈസ് ചെയ്തുകൊണ്ട്, ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 10 സ്റ്റോക്ക് ചെയ്യാൻ പറ്റും, 16 സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പോർട്ട്ഫോളിയോ സ്റ്റോക്സ് കമ്പൗണ്ട് ഗ്രോത്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കമ്പൗണ്ടിങ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളോട് പറയപ്പെടുക സ്വിംഗ് ട്രേഡിംഗിൽ പ്രൈസ് കമ്പൗണ്ടിങ്ങിനെ കുറിച്ചാണ്. അതായത് സ്വിംഗ് ട്രേഡിംഗ് ഒരാഴ്ചയുണ്ട്, 10 വർഷത്തേക്കുള്ളുണ്ട്. ഓക്കെ, അത് നമ്മുടെ വേവ്സും നമ്മുടെ എഡ്യൂക്കേഷനും ആ ടൈം ഫ്രെയിം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഓണർഷിപ്പിനെ കുറിച്ചാണ്. ഈ ഓണർഷിപ്പ് ഒരിക്കലും വിൽക്കാൻ മേടിക്കുന്നില്ല. അത് SIP ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് കയറി ഇറങ്ങിക്കൊണ്ടാണ് പോവുക. ഓക്കെ, അതുകൊണ്ടാണ് SIP ചെയ്യുന്നത്. കാരണം എന്താ? നമുക്ക് വ്യത്യസ്ത വിലയിൽ കിട്ടും, കൂടിയ വിലയിൽ കിട്ടും, കുറഞ്ഞ വിലയിൽ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അത് ഓണർഷിപ്പ് ആണെന്നും മനസ്സിലായി. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്നും മനസ്സിലായി. ഒരു ബാസ്ക്കറ്റിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ലോട്ട് പോലെ, ഓപ്ഷൻ ലോട്ട് പോലെ ഒരു ബാസ്ക്കറ്റാണ് ഉണ്ടാവുക. ഡിഫറെന്റ് സെക്ടറിൽപ്പെട്ട സ്റ്റോക്കുകളിലും, അതായത് ഒരേ സെക്ടറിൽപ്പെട്ട ഒരു സ്റ്റോക്കിൽ മാത്രമല്ല, വ്യത്യസ്ത സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? പോർട്ട്ഫോളിയോ സ്റ്റോക്ക് കമ്പൗണ്ട് ഗ്രോത്തിന്റെ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് വിപ്രോ ആണ്. വിപ്രോ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞ, ഇവിടെ നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത് നമ്പർ 1, പ്രീമിയം ലാർജ് ക്യാപ്പ് സെക്ടറൽ വെയിറ്റേജ് സ്റ്റോക്കുകളിൽ മാത്രമേ ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ 1980 കഥ പറയുന്ന സമയത്ത് അന്നത് പെന്നി ആയിരിക്കാം, സ്മോൾ ആയിരിക്കാം.
ഒരിക്കലും നിങ്ങൾ അത് വെച്ചുകൊണ്ട് ഇന്നത്തെ ഏതെങ്കിലും ഒരു പെന്നിയിലോ സ്മോളിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രീമിയം എഡ്യൂക്കേഷൻ പ്രകാരം അലൗഡ് അല്ല. ഞാൻ പറഞ്ഞല്ല, നമ്മുടെ ബോസും നമ്മളെ പഠിപ്പിച്ച ആളുകളും പറഞ്ഞതാണ്. നിലവിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്കുകൾ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, ഹെവി ഡിവിഡൻഡ് കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇത് നമ്മൾ സ്റ്റഡി പർപ്പസിൽ മാത്രമാണ് ഈ സ്റ്റോക്ക് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ഓൺലി ഇൻ പ്രീമിയം സ്റ്റോക്ക് ഫോർ ലൈഫ് ലോങ് ഡിവിഡൻഡ്. ഓക്കെ, അക്കോർഡിംഗ് യുവർ ഫണ്ടമെന്റൽ. ഓക്കെ, നിങ്ങളുടെ ഫണ്ടമെന്റൽ അനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സ്റ്റോക്കിന്റെ കമ്പൗണ്ട് ഗ്രോത്ത് മാത്രമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് സ്റ്റഡി പർപ്പസിലൂടെ. 100-ൽ നിന്നും എത്രയാണ്? 1 കോടി ഷെയർ ആക്കുകയാണ് പറയുന്നത്. 100 എണ്ണത്തിൽ നിന്നും 1 കോടി ഷെയർ ആകാതെയാണ് പറയുന്നത്. അവിടെ കോടി ഷെയർ പ്രൈസ്, അതായത് ഇവിടെ ഈ സ്റ്റോക്കിന്റെ കമ്പൗണ്ടിങ് മാത്രമാണ് നടക്കുന്നത്, ഒരിക്കലുമല്ല. നമ്മുടെ അസറ്റ് വാല്യൂ പോകുന്നുണ്ട്. അതായത് ഒരു 100 ഷെയറിന് എത്രയായിരുന്നു? 10,000 രൂപയായിരുന്നു. അവിടെ നിന്നാണ് എത്രയാണ്? 3,000 കോടി രൂപയായത്. ഏത്? അസറ്റ് വാല്യൂ കമ്പൗണ്ടിങ്, പ്രൈസ് കമ്പൗണ്ടിങ് എന്ന് പറയും. രണ്ടാമത്തെ എന്താണ്? നമ്പർ ഓഫ് ഷെയർ കമ്പൗണ്ട് ആവുന്നുണ്ട്. 100-ൽ നിന്നും 1 കോടി ആയിട്ടുണ്ട്. അത് മാത്രമാണോ? 100 ഷെയറിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡ് ആണോ 1 കോടി ഷെയറിൽ നിന്ന് കിട്ടുക? ഒരിക്കലുമല്ല. അവിടെയാണ് നിങ്ങൾ ആ കാണുന്ന 1 രൂപ 1 കോടിയായും 10 രൂപ 10 കോടിയായും, അതായത് 1 കോടി ഷെയർ കയ്യിലുണ്ടെങ്കിൽ 10 കോടിയായും 1 കോടിയാക്കിയിട്ടൊക്കെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇത് മാത്രമല്ല, ഇവിടെ റിച്ചസ്റ്റ് ബിസിനസ് മാൻ അസറ്റ് ക്യാൻ ബി ബിൽഡ് ബൈ മാർക്കറ്റ്. അതായത് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്ന യൂസഫ് അലി സാറിനെ പോലുള്ള അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ്മാൻമാരുണ്ട് അല്ലെ, അവരുടെ അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അവരുടെ ആസ്തിയുടെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 3,000 കോടി 5,000 കോടി വരുന്നുണ്ട് അല്ലെ. ആ അസറ്റ് വാല്യൂ നമുക്ക് മാർക്കറ്റിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ആരോടായി പറയുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗ്രൂപ്പുകളിൽ 3 ലക്ഷത്തിന് ഷെയർ പെന്നി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം സ്വിംഗ് ട്രേഡിനാണ് മേടിച്ചത്, പറയുക ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. അത് താഴോട്ട് 2.5 ലക്ഷം രൂപ പോയി. നമ്മളടുത്ത് വന്ന് ഉപദേശം ചേരുന്ന സമയത്ത് അതെല്ലാവരോടും ചോദിക്കൂ, വരുന്നതിൽ ഒരു തെറ്റുമില്ല. സഹോദര, അത് NSC അക്കാഡമിയിൽ പോയി പഠിച്ചു ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഈ ഇമോഷൻ കാരണം, അതായത് ഇമോഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ലൈഫ്, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോസിൽ ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വരുമാനമുണ്ട്. ആ വരുമാനം നേടിയത് എങ്ങനെയാണ്? 25 വർഷം സ്കൂളിൽ പോയി, കോളേജുകളിൽ പോയി, തൊഴിൽ പഠിച്ചു, അവിടെ പോയി ജോലി ചെയ്തു. ജോലി ചെയ്താൽ 3 വർഷം ശമ്പളം ചോദിക്കും? ഒരിക്കലില്ല. അതേസമയം നമ്മൾ മാർക്കറ്റിനോടെ ചോദിക്കുന്നുണ്ട് അല്ലെ. എന്നിട്ടോ ആ ഒരു കിട്ടിയ പൈസ, അതായത് മാസം മാസം ജോലി ചെയ്ത് സേവ് ചെയ്തിട്ടാണ് നമ്മൾ ആവശ്യമുള്ള എല്ലാ സംഗതികളും, സ്ഥലം, വീട്, കല്യാണം, അല്ലെങ്കിൽ സ്വർണം, എല്ലാ സാധനങ്ങളും SIP ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാസത്തിൽ ഒറ്റയടി, അല്ലാണ്ട് 3 വർഷത്തെ ശമ്പളം ഒന്നിച്ച് മേടിച്ചിട്ടല്ലോ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ SIP-യിലൂടെ ചെയ്തുകൊണ്ട് ടൈം ടേക്കിംഗ് പ്രോസസ്സിലൂടെയാണ് നിങ്ങൾക്ക് ഡിവിഡൻഡും കിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ അതൊക്കെ നമുക്കറിയാം. പക്ഷെ മാർക്കറ്റിൽ വന്നാൽ അതൊന്നും നമുക്കറിയില്ല. അങ്ങനെ വന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് ഈ 3 ലക്ഷം രൂപ ലോസ് ആയാൽ അതിനുള്ള പരിഹാരം, പ്രീമിയം കണ്ടന്റുകൾ പഠിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റും റേഞ്ചും വലുതാക്കണം എന്ന് പറയുമ്പോൾ പൈസ കൊടുത്ത് പഠിച്ചിട്ടുള്ള ഒരു താല്പര്യമില്ല. നിങ്ങൾ ഒരു 5 സ്റ്റോക്ക് പറഞ്ഞു തരും, ഞാൻ പൈസ ഇല്ലാതെ കൈ നനയാതെ മീനെ പിടിക്കട്ടെ എന്ന ഒരു മൈൻഡ് സെറ്റാണ്. തീർച്ചയായും അത് നാച്ചുറൽ ലോന്റെ പാട്ടാണ്. അത് തെറ്റല്ല, നമുക്കൊക്കെ തോന്നിയതാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ പൈസ പോവും. 3 വർഷം അധ്വാനിച്ച പൈസ 3 സെക്കൻഡ് കൊണ്ട് മാർക്കറ്റിൽ പോകും. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചു തന്നത് എന്തുകൊണ്ടാണ്? അത് സ്റ്റഡി പർപ്പസിലാണ് കാണിച്ചു തന്നത്, അല്ലാതെ മറ്റുള്ള ആ ഗ്രൂപ്പോ ആളുകളൊന്നും നോക്കണ്ട. അത് അതുപോലെ ലക്ഷങ്ങൾ കാണാൻ പറ്റും. അത് 3 ലക്ഷം മാത്രമാണ്, ആ കോടികൾ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. പക്ഷെ ഞാൻ ആ ആളെല്ലാം ഉദ്ദേശിക്കുന്നത് ടോട്ടലി നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും അറിയാത്ത ആളെന്നല്ല, അറിയുന്ന ആളുകളുടെ, അറിയാത്ത ആളുകളുടെ പ്രശ്നം ഇതാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ അത് വേറെ രീതിയിൽ ഒരിക്കലും കാണാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റോക്കിൽ നിന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റിച്ചസ്റ്റ്, അപ്പൊ തീർച്ചയായിട്ടും ഈ 1000 രൂപ കൊണ്ട് കോടികൾ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അവിടെ കമന്റിൽ വന്ന് തീർച്ചയായിട്ടും അത് നെഗറ്റീവ് കമന്റ് ഇടുന്ന, കാരണം അവർക്ക് അറിയില്ല. അവർ ആ റേഞ്ചിൽ പഠിച്ചാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ സാധ്യമാണ്. 1000 കോടിയിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാം, കോടികൾ ഡിവിഡൻഡ് നേടാം. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഇപ്പോൾ യൂസഫ് അലി സാറിനെ പോലുള്ള 40 വർഷം ഫിസിക്കലി മെന്റലി ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത്, ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്തെടുത്ത എഫോർട്ട് 40-50 വർഷത്തെ, അത് നിങ്ങൾക്ക് ഇവിടെ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാമ്രാജ്യം 1000 രൂപ ഉണ്ടെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതെന്താണ്? നിങ്ങൾക്ക് ആ റേഞ്ചിലുള്ള അറിവില്ലാത്തത് കൊണ്ട് പെന്നിയിലും അല്ലെങ്കിൽ ഓപ്ഷൻസിലും ട്രേഡ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ അറിവില്ലാതെ ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുപോലെ ചർച്ചകൾ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്തത്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമല്ല എന്ന് തോന്നാത്തത് നിങ്ങൾക്ക് അതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് കാണിച്ചു തരിക, അത് പറഞ്ഞു തരിക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന്റെ വഴികളിലൂടെ പോയി അന്വേഷിച്ച് പഠിച്ചുകൊണ്ട് ടൈം എടുത്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അദ്ദേഹം 40 വർഷം ഉണ്ടാക്കിയെടുത്ത സംഗതികൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ പഠിച്ചു, ഫണ്ടമെന്റൽ അനലൈസ് ചെയ്തു, പ്രോസസ്സിലൂടെ 500 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1000 രൂപ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5000, 10,000, എത്രയാണോ നിങ്ങളുടെ വരുമാനം അതിന്റെ 20%, 50% വെച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ആ പെർസെന്റേജ് ബേസ് നിങ്ങൾക്ക് ട്രേഡിങ്ങിലോ കൂട്ടുകയും ചെയ്യാം. അതിന് നിങ്ങൾ ടെക്നിക്കൽ പഠിക്കണം. അവിടെ കമ്പനിയിൽ പറയുന്നത് ഓണർഷിപ്പ് പോർട്ട്ഫോളിയോ ആണ്. ഇത് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഇത് ഒരിക്കലും ട്രേഡിംഗ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ട്രേഡിംഗ് ചട്ടം നമ്മൾ പറയുന്നുണ്ട്.
ഇവിടെ സ്റ്റാൻഡേർഡ് ഇമ്പൾസ് ഫോർമേഷൻ വിത്ത് ചാർട്ടിന്റെ വിപ്രോ ആൻഡ് അതർ 16 സ്റ്റോക്ക്, നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്ത് പോയി കഴിഞ്ഞാലും ഇവിടെ ഹിസ്റ്റോറിക്കൽ ഡിവിഡൻഡ് സ്പ്ലിറ്റ് ടിക്കർ ടാബിൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല. അത് NSE ഡാറ്റകളിലാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മുഹമ്മദ് അൻവർ സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫാമിലി ഷെയർ ആയ 20,000 രൂപ കിട്ടി. അതിൽ അദ്ദേഹം ഒരു ബ്രോക്കറെ സഹായിച്ചു, വിപ്രോന്റെ ബ്രോക്കറെ ബൈബാക്കിൽ സഹായിച്ചു. അപ്പൊ അവിടെ ഒരു മീഡിയേറ്റർ ഉണ്ട്. ആരാണ് ഈ ബ്രോക്കർ എന്ന് പറയുന്നത്? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മീഡിയേറ്റർ ആണ്. അദ്ദേഹം ബ്രോക്കർ പറഞ്ഞത് പ്രകാരമാണ് അദ്ദേഹം 10,000 രൂപ ഈ വിപ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 100 ഷെയറാണ് കിട്ടിയത് അല്ലെ. അന്ന് ഈ 100 200 ആയപ്പോ വിറ്റ് കളഞ്ഞു. ഇല്ല, അതെന്താ പർപ്പസ്? അത് ഓണർഷിപ്പാണ്, അസറ്റാണ്. അതിൽ നിന്ന് ഡിവിഡൻഡ് കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അസറ്റ് എങ്ങനെയാണ് കമ്പൗണ്ട് ആകുന്നത്? ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് 100 ഷെയർ എന്നുള്ളത് 1 കോടി ഷെയർ ആയത് അത് തീർച്ചയായിട്ടും ഷെയർ കമ്പൗണ്ടിങ് ആണ്. അപ്പുറത്ത് എന്ത് നടക്കുന്നുണ്ട്? പ്രൈസ് കമ്പൗണ്ടിങ്. അസറ്റിന്റെ വില കമ്പൗണ്ട് ആയിക്കൊണ്ട് 100 ഷെയറിന്റെ 10,000 നിന്നും 1,500 കോടി ആകുന്നുണ്ട് വില കമ്പൗണ്ട് ആയിക്കൊണ്ട്. ഇപ്പുറം ഡിവിഡൻഡ് 100 സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് ആണോ നിങ്ങൾക്ക് 1 കോടിക്ക് കിട്ടുക? ഒരിക്കലും അല്ല. ഇവിടെ 100 രൂപ കിട്ടുന്ന സമയത്ത് 100 രൂപയാണ് കിട്ടുക. ഇവിടെ 1 കോടിക്ക് 1 രൂപ കിട്ടുന്ന സമയത്ത് എത്രയാണ്? 1 കോടി ഷെയറിന് 1 രൂപ കിട്ടുന്ന സമയത്ത് 1 കോടി രൂപയാണ് ഒരു വർഷത്തെ വരുമാനം വരുന്നത്. അപ്പൊ ഈ കോടികളിൽ ഡിവിഡൻഡ് വാങ്ങാന്ന് പറയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ്? സഹോദര, പഠിക്കണം പഠിക്കണം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു കോഴ്സ് സെല്ലിങ്ങിന് പർപ്പസ് അല്ല. മാർക്കറ്റ് അറിയുന്ന ഒരാൾക്ക് കോഴ്സ് സെല്ലിന്റെ ആവശ്യം വരുന്നില്ല. ആക്ച്വലി അത് ഈ ഫണ്ടമെന്റൽ ട്രേഡേഴ്സ് പറയുന്നതാണ്. അവർ കോഴ്സ് സെല്ലിങ്ങിന്റെ പർപ്പസ് ആയിട്ട് അവിടെ പല ആളുകളും പറയും. എന്നോടൊന്നും പറയില്ല, പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഞാൻ നല്ല രീതിയിൽ ഫയർ ചെയ്യും. ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്, നമ്മൾ ട്രേഡേഴ്സ് ആണ്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ട്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ആളുകളോട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് അവരോട് പേഴ്സണലായിട്ട് എന്തോ വിഷമമുള്ളതുകൊണ്ടാണ്. ഒരിക്കലും അല്ല. കാരണം ഞാൻ ആ എല്ലാ ഗ്രൂപ്പുകളിലും എനിക്ക് ആ റേഞ്ച് അറിയാൻ പറ്റും. കാരണം അവരത് പഠിച്ചിട്ടില്ല സുഹൃത്തെ. നിങ്ങളോട് ആ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ 1000-ന് 1 ലക്ഷം കോടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഡിക്സൺ ടെക്നോളജി 3,000-ന് 15,000 രൂപ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് എടുക്കാനും പറ്റിയില്ല. അവർക്ക് അതിനെക്കുറിച്ച് അറിയൂല. കാരണം അവർ ടെക്നിക്കൽ പഠിച്ചിട്ടില്ല. അവർ ലോകത്തുള്ള PDF-ഉം ആമസോണിന്റെ 1000 രൂപയുടെ പുസ്തകവും ചർച്ചകളും ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണ്. 10 രൂപയുടെ സ്റ്റോക്ക് ഈ ഓപ്ഷൻ ബ്രേക്ക് ചെയ്യുന്ന മാതിരി ഗ്യാപ്പ് അപ്പിലൂടെ നിഫ്റ്റിയുടെ 10 രൂപയുടെ ഓപ്ഷൻ 1000 രൂപയാകുന്ന മാതിരി ഈ 2 രൂപയുടെ സ്റ്റോക്കുകൾ, പെന്നി സ്റ്റോക്കുകൾ 1000 രൂപയായി മൾട്ടി ബാഗർ ആവുമെന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഡെയിലി ഉറങ്ങുന്ന ആളുകളാണ്. അത് താഴോട്ട് പോകുന്ന സമയത്തിന് 2.5 ലക്ഷം രൂപ മൈനസ് വരുമ്പോൾ സകല ആളുകളോടും ചോദിക്കും. അതുപോലെ എന്നോട് വന്ന് ചോദിക്കലുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് സപ്പോർട്ട് വാട്സപ്പിൽ വന്ന് മിണ്ടാതെ പേരും അഡ്രസ്സും പറയാതെ അത് അവരെ പുറത്തുനിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. മാർക്കറ്റ് ഒരിക്കലും സംസാരിക്കില്ല സുഹൃത്ത്. മാർക്കറ്റ് സൈലന്റ് ചാർട്ടുകളാണെങ്കിൽ കാണാൻ പറ്റുക. അവിടെ വന്ന് ആരും പറഞ്ഞു തരില്ല. അപ്പൊ നിങ്ങൾക്ക് ആരുടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു മെന്റർ കണ്ടെത്തുക. പ്രോപ്പർ ആയിട്ടുള്ള പ്രീമിയം പ്രൈസ് ആക്ഷൻ ആക്കണോ NSE അക്കാഡമിന്നോ കേരളത്തിൽ നിന്നോ എവിടെ വെച്ചാൽ പഠിക്കുക. അപ്പൊ പഠിക്കുന്നതിന് തന്നെ ആ മെന്ററോട് ആദ്യം ഞാൻ വന്ന പർപ്പസ് ഇതാണ്, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അത് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നാണ്ട് അത് പറയുക, പെയ്ഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് അത് പറയുക. എന്താണ് നമ്മുടെ ആവശ്യം? നമുക്ക് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടുപോയിട്ടുണ്ട് അല്ല, സംസാരിക്കുക, പേര് സ്ഥലം പറയുക. ഞാൻ എൻ്റെ പേര് മുഹസിൻ റഷീദ് ഫ്രം കാലിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുക, നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. ഇങ്ങനെയാണ് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ മാർക്കറ്റിലാണ് നമുക്ക് ഇന്ന് എറിഞ്ഞ് നാളെ 4, ഇന്ന് 2 ഇട്ട് നാളെ 10 കിട്ടണം. അതുപോലെ തന്നെ ഈ കേട്ടുകൊണ്ടും ഒളിച്ച് നിന്ന് കേട്ടുകൊണ്ടും ഇതൊക്കെ ട്രേഡ് ചെയ്ത് ഫ്യൂച്ചർ ഓപ്ഷൻസിലൊക്കെ വരച്ചു. അതായത് നമ്മൾ ലെവൽസ് പറയുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട് ഇവിടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ സ്റ്റോക്കിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒരാഴ്ചത്തെ. അപ്പൊ അത് കമ്പനി എന്നെ വിളിച്ച് അത് ക്യാൻസൽ ചെയ്ത് 1 മാസം 3 മാസമേ ഉള്ളൂ. അതിൽ തന്നെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ട്രേഡ് കോൾസ് ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ തന്നെ കമ്മീഷൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് നമുക്ക് അല്ല, പ്രോഫിറ്റ് കിട്ടിയാലേ കമ്മീഷൻ ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. കാരണം അത് ഇമോഷനാണ്. തീർച്ചയായിട്ടും ഇമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. കാരണം നമ്മൾ അങ്ങനെ ആ ഒരു എൻവയറമെന്റ് നിന്ന് വന്നതാണ്. പക്ഷെ മാർക്കറ്റിൽ ഇതൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഈ 1000 രൂപയിൽ നിന്ന് കോടികളാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോടികൾ ഇവിടെ കിട്ടും. വളരെ ശ്രദ്ധിച്ച് നോക്കി കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, മൊബൈലിലോ ലാപ്ടോപ്പിലോ എവിടെ വെച്ചാൽ വെച്ചോ. അപ്പൊ ഇത് അസാധ്യമായ കാര്യമാണെന്ന് പറഞ്ഞാൽ സഹോദരൻ നിങ്ങളുടെ അറിവ് കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങളത് പഠിച്ചാൽ നിങ്ങൾക്ക് അസാധ്യമായ കാര്യം എന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അവിടെയൊക്കെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആളുകൾ. എല്ലാവരും അല്ല കേട്ടോ, ഞാൻ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളോട് പറഞ്ഞാണ്. 1980 അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10,000 രൂപ 100 ഷെയറാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇവിടെ 1981 1:1 ബോണസ് വന്നു, 200 ഷെയർ ആയി. ഇത് നോക്കണം, മൾട്ടിപ്പിൾ ആണ്. ഇത് സ്റ്റോക്കിന്റെ നമ്പർ ഓഫ് ഷെയർ അല്ല മൾട്ടിപ്പിൾ ആണ്. ഇപ്പുറത്ത് എന്താണ്? അസറ്റ് വാല്യൂ മൾട്ടിപ്പിൾ ആകുന്നുണ്ട്. ഓക്കെ, ഇവിടെ 10,000 എന്നുള്ളത് ഇവിടെ 1,500 കോടിയാവും. ഇവിടെ 100 രൂപ ഡിവിഡൻഡ് എന്നുള്ളത് ഇവിടെ എത്ര ആവും? 1 കോടി രൂപ ഡിവിഡൻഡ് ആവും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 100 ഈ 100 ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് മുഹമ്മദ് അൻവർ സാർ, അത് അന്നത്തെ പെന്നി ആയിക്കോട്ടെ സ്മോൾ ആയിക്കോട്ടെ, ഇന്ന് നിങ്ങൾ പ്രീമിയം ലാർജ് ക്യാപ്പിൽ 100 സ്റ്റോക്ക് വാങ്ങി നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇട്ട് നിങ്ങൾ പ്രീമിയം ട്രാൻസാക്ഷൻ വേവ്സ് ഒക്കെ പഠിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എവിടെ നിന്ന് വെച്ചാൽ പഠിക്കുക, പഠിച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഈ 100 എന്നുള്ളത് ഈ മാസം 50,000 രൂപ പ്രോഫിറ്റ് കിട്ടി, 1,00,000 കിട്ടി, 50,000 നിങ്ങൾ പേഴ്സണൽ യൂസ് ചെയ്ത് 50,000 നിങ്ങൾക്ക് സ്റ്റോക്ക് മേടിക്കാം. ഇതാണ് ഞങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പൊ യുക്തികളുണ്ട്, പക്ഷെ ഞങ്ങൾ ആ ഡയറക്ഷനിൽ പോലെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇല്ല ഇല്ല, തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞു വന്നതിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഇവിടെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, ഓണർഷിപ്പ് നേടുക, അതിന് നമ്പർ ഓഫ് ഷെയർ കൂട്ടുക, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് 1,00,000 ഷെയർ ആക്കാൻ പറ്റുമോ? നിങ്ങൾ ജോലി ചെയ്തോ ട്രേഡ് ചെയ്തോ എങ്ങനെയെങ്കിലും ആ 1,00,000 ഷെയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ സഹോദര, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ അത് അവിടെ 5,000 കോടി രൂപയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരാളുടെ 40 വർഷത്തെ ഫിസിക്കൽ മെന്റൽ എഫേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,00,000 കോടി രൂപയുടെ അസറ്റ് ഉണ്ടാക്കിയെടുക്കാം. മാർക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക, അത് നമ്മുടെ യുക്തിയാണ്. തീർച്ചയായിട്ടും ഇത് നടക്കുന്ന കാര്യമാണെന്നുള്ളത് മാത്രം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ, ബാക്കി നമ്മുടെ ചോയ്സാണ്. അപ്പൊ 1:1 2000, 1985 400, 200 നിന്ന് 400 1:1 ബോണസ് സ്പ്ലിറ്റ് റെയർ ആയിട്ട് സംഭവിക്കുള്ളൂ. ഓക്കെ, സ്പ്ലിറ്റ് പോർഷനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുക. കമ്പനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന സമയത്ത് ഡിവിഡൻഡ് കൊടുത്ത് ഇൻവെസ്റ്റേഴ്സിനെ സന്തോഷിപ്പിക്കും, ഓണേഴ്സിനെ സന്തോഷിപ്പിക്കും. അതുപോലെ തന്നെ ബോണസ് കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടാൻ ബോണസ് ആണ്. ഈ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് റെയർ ആയിട്ട് സംഭവിക്കും. 1986 ഇത് 80 മുതൽ 5 വർഷം കൊണ്ട് ഇവിടെ എത്രയും 400 അവിടെ നിന്ന് അങ്ങോട്ട് ഫാസ്റ്റ് ആയിട്ടാണ് കമ്പൗണ്ട് ആകുന്നത്. വളരെ ശ്രദ്ധിച്ചു കണ്ടോ, കാരണം അവിടെ ഓൾറെഡി നമ്മുടെ ഹെവി എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് 1:1 കൊടുക്കുമ്പോൾ അതിന്റെ മൾട്ടിപ്പിൾ ആവും. ക്ലിയർ ആയല്ലോ? 86 87 1:1 ബോണസ് കൊടുത്ത് 8,000 ക്വാണ്ടിറ്റി ആയി. ഓക്കെ, 1989 16,000 ക്വാണ്ടിറ്റി ആയി. 89, 92 2 വർഷം 3 വർഷത്തെ ഗ്യാപ്പിൽ 1:1 32,000 ആയി. 1995 1:1 ബോണസ് കൊടുത്തു, 32 നേരെ 64, ഡബിളായി. ഓക്കെ, 64,000 ഷെയർ ആയി. 100 നിന്നാണ് 64,000 ആയത്. 1997 1:2 കൊടുത്തു, 1,64,000 1,92,000 ഷെയർ ആയി. അതായത് ഏകദേശം 2,00,000 നമ്പർ ഓഫ് ഷെയർ ആയി. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, 100 നിന്നും 2,00,000 ആവുമ്പോൾ സ്റ്റോക്ക് നമ്പർ ഓഫ് ഷെയർ കമ്പൗണ്ട് ആവുന്നു, അപ്പുറത്ത് അസറ്റ് വാല്യൂ കമ്പൗണ്ട് ആവുന്നു, ഇപ്പുറം എന്താകുന്നു, ഡിവിഡൻഡ് ഇൻകം വർദ്ധിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ 1 കോടി 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 കോടി അസറ്റ് വാല്യൂ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾ പറയുന്നത്. തീർച്ചയായിട്ടും ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, ഡിവിഡൻഡ് ഇൻകം കിട്ടും. ഇത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് കിട്ടും, ഒരിക്കലും കിട്ടില്ല. ETF കിട്ടും, ഇല്ല. അതെല്ലാം ട്രേഡിംഗ് ടൂളാണ് സഹോദര. ദയവേത് പറയുന്നത് വ്യക്തവും കൃത്യമായിട്ട് സമയമെടുത്തുകൊണ്ട്, അറ്റ്ലീസ്റ്റ് സമയമെടുത്തുകൊണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ. തുടക്കം തന്നെ പകുതി വിജയമാണ്, നല്ല തുടക്കം തന്നെ. അപ്പൊ നിങ്ങൾ വീഡിയോ കാണാതെ തന്നെ, സമയമില്ലാത്തതുകൊണ്ട് ആൾക്കാർ വന്നിട്ട് ഓപ്ഷന്റെ സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി ചോദിക്കുന്ന ആളുകളുണ്ട്. എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രം, സമയമുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ കാണുക. കാരണം എന്തുകൊണ്ട് ആ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ കാണാതെ വന്നിട്ടാണ് ഡൗട്ട്സ് ചോദിക്കുന്നത്. വ്യക്തവും കൃത്യമായി മനസ്സിലാക്കി. ഇവിടെയൊക്കെ സമയം വേണം സഹോദരൻ, പൈസ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ, പൈസ വേണം പഠിക്കാൻ. ഇതൊന്നും, ആ കളിയൊന്നും ഇവിടെ പറ്റൂല. കൈ നനയാതെ മീനെ പിടിക്കുക നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ 1 കോടി രൂപ ഉണ്ടാക്കുന്നതിന് പകരം 1 കോടി രൂപ മാർക്കറ്റ് കളയും. ആ മൈൻഡ് സെറ്റ് ഒരിക്കലും കൊണ്ടു നടക്കാതിരിക്കുക. ഇത് ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാൻ പാടില്ല, പറയുന്നത് കേൾക്കുക. 1:1 എത്ര നമ്മൾ പറഞ്ഞ 32,000, 64,000, 1992 നിന്നും 95 64,000. ഓക്കെ, 1997 1:2 ബോണസ് കൊടുത്തു, 2,00,000, അതായത് 190. അത് 97 കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് സംഭവിച്ചു. 2,00,000 ഷെയർ എന്നുള്ളത് 9,60,000, ഏകദേശം 10,00,000 ഷെയർ ആയി. അപ്പൊ ഇവിടുന്ന് കിട്ടുന്നതാണ് മൾട്ടിപ്പിൾ ആവുക. അതായത് ഇവിടുന്നൊക്കെ നമ്മുടെ കയ്യിൽ നമ്മളെ മാക്സിമം സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷെയർ കൂടുന്നുണ്ട്. അപ്പൊ അതിന് കിട്ടുന്ന ബോണസ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിരിക്കും. ഓക്കെ, 2004 10,00,000 ഷോക്ക് ഉണ്ടായി, ഏകദേശം 29,00,000 ഷോക്കായി. 22,80,000, 29,00,000 ഷോക്കായി. 2005 1:1 ബോണസ് കൊടുത്തു, എത്രയാണ്, 57,60,000 സ്റ്റോക്കായി 2004. ഓക്കെ, 2004 ഓക്കെ, 2004 2005 1 വർഷത്തെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു 2005 1:1 ബോണസ് കൊടുത്തു, 57,60,000 സ്റ്റോക്കായി. മനസ്സിലാവുന്നുണ്ടല്ലോ? 57 ലക്ഷത്തിന് 1 രൂപ കൊടുത്താൽ 57 ലക്ഷം രൂപ കിട്ടും. അപ്പൊ ഈ 1,000 രൂപക്ക് കോടിയാവുന്നു. ഈ കോടികൾ ഡിവിഡൻഡ് കിട്ടുമെന്ന് പറയുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സംഭവമല്ല, ഇത് റിയൽ സംഭവിച്ചാണ്. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ 2005 നിന്ന് 57 ലക്ഷം, അതായത് 58 ലക്ഷം നമ്പർ ഓഫ് ഷെയർ 3:2 ബോണസ് കൊടുത്ത സമയത്ത് 2010 എത്രയാണ്, 96 ലക്ഷം നമ്പർ ഓഫ് ഷെയർ ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ, മുഹമ്മദ് അൻവറിന്റെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് കിടക്കുകയാണ്. ഇവിടെ എന്താണ്, 100-ൽ നിന്നും അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് നമ്പർ ഓഫ് ഷെയർ കമ്പൗണ്ട് ആയി. അപ്പുറത്ത് എന്താണ്, അസറ്റ് വാല്യൂ കമ്പൗണ്ട് ആയി. 10,000-ൽ നിന്നും 1,500 കോടിയായി. എത്രയാണോ വിപ്രോന്റെ വില, മൾട്ടിപ്പിൾ ബൈ സ്റ്റോക്ക്, അത്രയാണ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്.
അവിടെ കമ്പൗണ്ടായി. ഇപ്പുറത്തൂടെ ഡിവിഡൻഡ് നിങ്ങൾ കാണുന്ന 1 രൂപ, 15 രൂപ, 2 രൂപ ഒക്കെ കാണുന്നില്ലേ? അതൊക്കെ വരുന്നത് 2 കോടിയും 10 കോടിയും 20,000 കോടിയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. എത്ര നമ്പർ ഓഫ് ഷെയർ ഉണ്ട് അതിനനുസരിച്ചുള്ള കോടികളാണ് വരിക. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു മാസത്തിൽ 1,00,000 രൂപ എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ എമൗണ്ട് ആണ്, ചെറിയ എമൗണ്ട് ആണ്. തീർച്ചയായിട്ടും സാധാരണക്കാരായ ഇൻവെസ്റ്റേഴ്സ്, മുഹമ്മദ് അൻവർ, വാറൻ ബഫറ്റ്, ഇവരൊക്കെ സാധാരണക്കാരാണ്. പ്രൊമോട്ടേഴ്സ് വേറെയാണ്. ഇപ്പൊ നമ്മുടെ അംബാനി എന്ന് പറയുന്നത് റിലയൻസ് ഫാമിലിന്റെ 50% ഹോൾഡ് ചെയ്യുന്ന അംബാനി ഫാമിലി. ഓക്കെ, അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ലക്ഷം കോടികളിലായിരിക്കും. കാരണം എന്താ, ആ വലിയൊരു കമ്പനി ചെയ്യുന്ന ബിസിനസിന്റെ പകുതി വരുമാനം പോകുന്ന അവർക്ക് ഡിവിഡൻഡ് ആയിട്ട്, വരുമാനം, പ്രോഫിറ്റ്, ലാഭവിഹിതം പകുതി പോകുന്ന അവർക്കാണ്. ബാക്കിയുള്ള പകുതിയാണ് അതായത് ഓണേഴ്സിന് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അത് ആരാണ്? റിയൽ പ്രൊമോട്ടേഴ്സ് ആണ്. അവരുടെ ഫാമിലി ബിൽഡ് ചെയ്തൊരു ബിസിനസ് ആണത്, അല്ലെ? ഇവിടെ സാധാരണക്കാരായ മുഹമ്മദ് അൻവർ, അതുപോലെ വിജയ് കേഡിയ, അതുപോലെ RJ, അതുപോലെ വാറൻ ബഫറ്റ് പോലുള്ള നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്ന അവരുടെ ഡിവിഡൻഡ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇതാണ് സഹോദര മെയിൻ ഇൻകം. അപ്പൊ ഈ കോടികൾ നിങ്ങൾ ഈ ഫണ്ടമെന്റൽ ഗ്രൂപ്പുകളിൽ നിന്നുകൊണ്ട് പെന്നി സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്തു, ഓപ്ഷനും, അപ്പൊ തീർച്ചയായിട്ടും NSE അക്കാഡമിയിൽ 15,000 രൂപ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് പഠിക്കേണ്ട പൈസ എന്നിട്ട് 3 ലക്ഷം രൂപ കളഞ്ഞു. ഓക്കെ, അതൊരാളല്ലേ? അപ്പൊ ഈ 2 ലക്ഷം ആളുകളോടും ഇത് തന്നെ പറഞ്ഞു കൊടുക്കുകയാണോ മാർക്കറ്റ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, 200 ആള് കാണുന്ന വീഡിയോന്റെ അകത്ത് ഒരു നെഗറ്റീവ് കമന്റ് വന്നാലും അത് എല്ലാരെയും ബാധിക്കും. 2 ലക്ഷം ആളുകള് പഠിക്കാൻ വന്ന ഗ്രൂപ്പിൽ അവിടെ തീർച്ചയായിട്ടും നെഗറ്റീവ് പറയുന്ന ആളുകൾ, അവർക്ക് സംഭവിച്ച നഷ്ടം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ അറിവില്ലായ്മ കൊണ്ടുവന്നതാണ്, അവരുടെ ഗ്രീഡ് ഫിയർ കൊണ്ടും അവരുടെ മണി മോശം കൊണ്ടുവന്നതാണ്. അത് ഈ 2 ലക്ഷം ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഒരിക്കലും അത് പാടില്ല. പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. അത്രയും സുപ്രീം ആയിട്ടുള്ള ബിസിനസ് ആണിത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ലോകത്തിലുള്ള പ്രഗത്ഭരായ സമ്പന്നരായ കമ്പനികൾ, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന സ്ഥലത്താണോ നമ്മൾ PDF വായിച്ചുകൊണ്ടും നീന്തിക്കൊണ്ടും ഗ്രൂപ്പിൽ പേരും അഡ്രസ്സും ഒന്നും പറയാതെ പോയിക്കൊണ്ടും എന്തൊക്കെയോ രീതി ട്രേഡ് ചെയ്യണം. അപ്പൊ അത് നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അതാണ് പറഞ്ഞതെന്ന് തീർച്ചയായിട്ടും ആ രീതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇവിടെ ഇത് ലാസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് 2010-ലാണ്. 2026, ഏകദേശം 16 വർഷമായി. ഇത് ഹിസ്റ്ററി നിങ്ങൾക്ക് ഒരിക്കലും ടിക്കറ്റ് ആപ്പിൽ കാണാൻ പറ്റില്ല. ടിക്കറ്റ് ആപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന എത്രയാ? 2000 വിപ്രോന്റെ. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എല്ലാ ഹിസ്റ്ററിയും ഒരിക്കലും ITസിന്റെ, വിപ്രോന്റെ, മറ്റുള്ള എല്ലാ കമ്പനികളുടെയും നല്ല നല്ല പ്രീമിയം. അന്ന് അത് പെന്നിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് പോയിട്ട് പെന്നിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ന് ലാർജിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അന്ന് പെന്നിയായിരുന്നു. ബ്രോക്കർ മീഡിയേറ്റർ ഉണ്ടായിരുന്നു. ആ മീഡിയേറ്റർക്ക് പകരങ്ങളും പ്രീമിയം ഫണ്ടമെന്റൽ പഠിക്കണം. അത് വളരെ സിമ്പിൾ ആണ്. തീർച്ചയായിട്ടും അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റഡി പർപ്പസിൽ മാത്രം എടുക്കുന്നത്. കാരണം എന്താ, ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സുപ്രീം ബിസിനസ് ആണ്. 1 ലക്ഷം കോടി രൂപ ഒഴുകുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ മറ്റെന്താ പറയാ, ഈ PDF വായിച്ചുകൊണ്ടും ഗ്രൂപ്പിൽ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് പൈസ പോയി കഴിഞ്ഞാൽ സഹോദരൻ നമുക്ക് നഷ്ടം എന്നല്ലാതെ ഒരിക്കലും നിങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പേരിൽ സെബിയിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല. നമ്മുടെ പൈസയാണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാണ്. അതിന്റെ ഒരു ഉത്തരവാദിത്തം മുഴുവൻ നമുക്കാണ്. നമ്മൾ പഠിച്ചു ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. ഓക്കെ, ഇത് പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ സ്റ്റഡി പർപ്പസിലുള്ളതാണ്. ഇത് സെബിയുടെ വാർണിംഗ് സൈൻ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ട് അതെ. ഇപ്പൊ ഇവിടെ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2020, ഞാൻ പറഞ്ഞ 2010 1 കോടി ഷെയർ ആണ്, അല്ലെ? ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം 2010 ശേഷമുള്ള ഹിസ്റ്ററി നമ്മുടെ കയ്യിലില്ല. തീർച്ചയായിട്ടും ഈ വന്ന ബേസിലാണെങ്കിൽ 1 കോടിയിൽ നിന്ന് 1:1 കൊടുക്കുന്ന സമയത്ത് 2 കോടിയാവും, 1:2 കൊടുത്ത 4 കോടിയാവും. നമുക്കൊരു 16 വർഷം കൊണ്ട് ഒരു 10 കോടി ഷെയർ കൂട്ടാം. അതിൽ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം 1:1. ഓക്കെ, അതിൽ തന്നെ ഉണ്ട്. അപ്പൊ 10 കോടി ഷെയർ കയ്യിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് 11 രൂപ ഡിവിഡൻഡ് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു കോടി ഷെയറിന് 11 കോടി രൂപ കിട്ടും. ഓക്കെ, അതിന്റെ മൾട്ടിപ്പിൾ ബൈ എത്രയാണോ അത്രയും ഇവിടെ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഇതാണ് നമ്പർ ഓഫ് ഷെയർ. തീർച്ചയായിട്ടും കോടികളുടെ വരുമാനം, കോടികളുടെ അസറ്റ് വാല്യൂ. 1,500 കോടി എന്നുള്ളത് 3,000 6,000 കോടി രൂപയായിട്ടുണ്ടാവും. 1,500 3,000 6,000 കോടി രൂപയായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ബിസിനസ്മാന്റെ അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 40 വർഷം 50 വർഷം ഫിസിക്കലി മെന്റലി വർക്ക് ചെയ്ത് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു ബിസിനസ്മാന്റെ ഒരു ഉദാഹരണം പറയാണ്. അത്ര ഉണ്ടെങ്കിൽ 5,000 3,000 കോടി എന്ന് കേട്ട് നമ്മൾ വായി വിളിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ വെറും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രീമിയം കണ്ടന്റുകൾ പഠിക്കുക, പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ പാർട്ണർ ആവുക, ഓണർ ആവുക. അതിനുശേഷം അതിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ടെക്നിക്കൽ പഠിക്കുക, ട്രേഡ് ചെയ്തുകൊണ്ട്, സ്വിംഗ് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ, പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡ് ചെയ്തുകൊണ്ട് സേഫ്റ്റിയോട് കൂടി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. മാസത്തിൽ 5,000 10,000. ഇതൊക്കെ NSE അക്കാഡമി ഇത് അവിടെ ഉണ്ട്. ഇതൊന്നും ഞാൻ കോഴ്സ് സെല്ലിംഗ് പർപ്പസ് പറയല്ല. നിങ്ങൾക്ക് പ്രീമിയം എഡ്യൂക്കേഷൻ ഇവിടെ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെന്താണ് NSE അക്കാഡമി, ഇവിടെ എന്താ കാണുന്നത്? NSE പ്രീമിയം കോഴ്സ്. പ്രീമിയം കോഴ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ആൾ ഉണ്ടാക്കുന്നതല്ല. തീർച്ചയായിട്ടും പ്രീമിയം എന്ന് പറഞ്ഞാൽ ഉന്നത നിലവാരമുള്ള കോഴ്സാണ്. പ്രീമിയം സ്റ്റോക്കുകളുണ്ട്. അപ്പൊ ഇത് അറിവില്ലായ്മയുടെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും അത് പഠിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15,000 മുതൽ 5 ലക്ഷം രൂപയുടെ കോഴ്സ് കാണാൻ പറ്റും. അത് ഓൺലൈനിൽ എടുക്കുക. എന്തിനാണ് നമ്മൾ കോഴ്സ് പഠിക്കുന്നത്? ആക്ച്വലി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ ഒക്കെ എന്താണ്? ഇന്ന് നിങ്ങൾ ഒരു വീഡിയോ കണ്ട് അത് പഠിച്ചു, അത് നിങ്ങൾ നോട്ട് എഴുതി വെച്ചില്ല, കഴിഞ്ഞു.
എന്നാലും ഇൻഫർമേഷനുകൾ തുണ്ടം തുണ്ടായിട്ട് പഠിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 30 മണിക്കൂറിന്റെ 30 പാർട്ടുള്ള വീഡിയോസ്, അത് ഓർഡർ ബേസിൽ ജോലി കഴിഞ്ഞ് വന്ന് നോട്ട്സ് എഴുതി ചാർട്ടുകളിൽ നോക്കി ഒരേ സമയം നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തവും കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ കിട്ടും. അങ്ങനെയാണ് മാർക്കിന് പഠിക്കാൻ പറ്റുള്ളൂ. ഓഫ്ലൈൻ ക്ലാസ് ഒന്നും നമ്മുടെ അടുത്തില്ല. ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങൾക്ക് ട്രയൽ നോക്കാൻ 5 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയുടെ പ്രഷർ കൊണ്ട് 1 മാസം 3 മാസം ആക്കിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് വേണമെങ്കിൽ വാട്സാപ്പ് സപ്പോർട്ട് കൂടി പഠിപ്പിക്കും. അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം നമ്മുടെ കമ്മ്യൂണിറ്റി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡ് ചെയ്യാൻ വരുന്ന ആളുകൾ ഇതുപോലത്തെ ആളുകളായതുകൊണ്ട് ഒരിക്കലും നമ്മൾ എടുക്കാറില്ല. നിങ്ങൾ വരുന്ന പർപ്പസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ പേര് സ്ഥലം വെക്കുക. എന്തിനാണ് വന്നതെന്ന് പറയാ. തീർച്ചയായിട്ടും ട്രേഡ് ചെയ്യാനാണെങ്കിൽ ആദ്യം പഠിച്ചിട്ട് വരിക. അത് NSC അക്കാഡമി ഒന്നുകിൽ നമ്മളെടുത്ത് പഠിക്കുക. ഇതിനപ്പുറത്തുള്ള ഒരു കോഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ട്രേഡിങ്ങിലാണ് വരുമാനം. അപ്പോൾ തീർച്ചയായിട്ടും 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ട്രേഡിങ്ങിലും ഇൻവെസ്റ്റ്മെന്റും നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട്. അതിന് എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നുണ്ട്. ഫണ്ടമെന്റലി അത് പഠിപ്പിക്കുന്നുണ്ട്, ടെക്നിക്കൽ പഠിപ്പിക്കുന്നുണ്ട്. എമൗണ്ട് നോക്കരുത്. ആ പഠിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത് മണി ഇമോഷനാണ്. തീർച്ചയായിട്ടും അവിടെ 15,000 രൂപയുടെ കോഴ്സ് ഇവിടെ നിങ്ങൾക്ക് 6,000 രൂപക്ക് കിട്ടുന്നുണ്ട്. അവിടെ ലക്ഷങ്ങളുടെ കോഴ്സ് വേവ്സ് തിയറി പ്രീമിയം ട്രാൻസാക്ഷൻ 15,000 രൂപയുടെ ഇവിടെ 6,000-ന് കിട്ടുന്നുണ്ട് ഓഫറിൽ 1 മാസത്തേക്ക്. 3 മാസത്തേക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വില കൂടും. ഇവിടെ അതിന്റെ പകുതി പൈസ കിട്ടുന്നുണ്ട്. 10,000 രൂപ റേഞ്ചിൽ വരുള്ളൂ. ഇനി നിങ്ങൾക്ക് വേവ്സ് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷങ്ങളുടെ കണ്ടന്റ് ഞാൻ വെറും മലയാളത്തിൽ വാട്സപ്പ് സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ആ ചെറിയ പൈസയിൽ 1 മാസത്തേക്ക് വരുന്നുണ്ട്, 3 മാസത്തേക്ക് ഉണ്ട്. ഈ 2 ടൈം ഫ്രെയിമേ ഉള്ളൂ. അപ്പൊ അത് ട്രയൽ നോക്കുന്നത് നിർത്തി. കാരണം എന്താ, ഈ മണി ഇമോഷനുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. തീർച്ചയായിട്ടും ഏത് സുഹൃത്തായാലും നിങ്ങൾക്ക് ഇത് പഠിക്കാതെ ചെയ്യാൻ പറ്റില്ല. അത് ജസ്റ്റ് ഇതിന്റെ ബേക്കിൽ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള നമുക്ക് വ്യക്തവും കൃത്യമായിട്ട് ഇവിടെ അറിയാം അല്ലെ. അതൊന്നും അസാധ്യമായ കാര്യങ്ങളല്ല എന്ന് ദയവേറ്റ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഓക്കെ. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇതാണ്. ഇപ്പൊ നമുക്ക് ഇതിന് കോടികളുടെ ഡിവിഡൻഡ് നേടാന്ന് പഠിച്ചു, റിച്ച് ആയിട്ടുള്ള ആളുകളുടെ അസറ്റ് വാല്യൂ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞു. ഇവിടെ എന്താ വേണ്ടി, വാല്യുവേഷനും ടൈം കൊടുക്കണം, എങ്കിലേ ഇതൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ. ഈ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കുകൾ നേടിയെടുക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റി വരുന്ന ആളുകളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും മെയിൻ എന്ന് പറയുന്നത് ട്രേഡിംഗ് ആണ്. അത് കമ്മീഷൻ ബേസ് ആണ്. നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രം ചെയ്താൽ മതി. പക്ഷെ അവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ഞാൻ തരുന്ന കോഴ്സ് എടുക്കാനുള്ള കോൺഫിഡൻസ് വരണമെങ്കിൽ പ്രീമിയം ട്രാൻസാക്ഷൻ വേസും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മാസ്റ്റേഴ്സിന്റെ മുകളിലാണ് കോൾ തരിക. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ വരുന്ന പർപ്പസ് വെക്കുക. നിങ്ങൾ പഠിക്കണമെന്നില്ല, അവിടെ യൂട്യൂബ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുവിടുക. അവർ തീർച്ചയായിട്ടും നിങ്ങൾ വേറെ സ്ഥലമൊന്നും പറയാതെ അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ഉണ്ടാവുക. അവിടെ വീഡിയോസ് നിങ്ങൾ കാണാൻ പഠിക്കുക. യൂട്യൂബിലൂടെ പഠിക്കാം, NSCന്ന് പഠിക്കാം, നമ്മുടെ അടുത്ത് പഠിക്കാം. നമ്മുടെ മെയിൻ ട്രേഡിംഗ് ആണ്. അപ്പൊ ആ ട്രേഡ് ചെയ്യേണ്ടി വേണ്ടാണ് നിങ്ങളവിടെ പഠിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ആളുകളുണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ കയ്യിൽ വെച്ച് തരുന്ന കോഴ്സ് എടുക്കണമെങ്കിൽ കോൺഫിഡൻസ് വരണം. അതിനെക്കുറിച്ച് എല്ലാ ഇൻഫർമേഷനും പഠിച്ച് തീർച്ചയായും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സപ്പോർട്ടും ട്രേഡിംഗ് സപ്പോർട്ടും ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുമ്പോട്ട് നമുക്ക് വൃത്തിക്ക് ട്രേഡ് ചെയ്തോളും. അതാ കമ്മ്യൂണിറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ എന്നെ കാണുന്ന പബ്ലിക് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും നിങ്ങൾക്ക് എവിടെ നിന്നാലും ബേസ് ചെയ്യാം. ഓക്കെ. ഇവിടെ നമ്മൾ SIP ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അവിടെ 6 സ്റ്റോക്കുകൾ ഡിഫറെന്റ് സെക്ടറിൽപ്പെട്ട ഡിഫറെന്റ് ലാർജ് ക്യാപ് 6 സ്റ്റോക്കുകൾ എടുക്കാം, പ്രീമിയം സ്റ്റോക്കുകൾ. അത് ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരിക്കലും പ്ലെഡ്ജ് ചെയ്യാൻ പാടില്ല. അത് പറ്റുമെങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ടിൽ വെക്കുക. അതാണ് പൊൻവെട്ട് ഇടുന്നത്. അത് SIPയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഈ പുറത്ത് വലിയ എക്സ്പേർട്സുകൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ SIP ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റോക്കുകൾ വാങ്ങിയതിനു ശേഷം വിൽക്കാൻ, അത് സ്വിംഗ് ട്രേഡിംഗ് ആണ് സുഹൃത്ത്. അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഓണർഷിപ്പ് അല്ല. ഓക്കെ. ഇവിടെ നമ്മൾ പറയുന്നത് സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. സ്വിംഗ് ട്രേഡിംഗ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതാണ് ലക്സമായിട്ടാണ്. അതായത് നിങ്ങളിപ്പോ ഒരിക്കലും നിങ്ങൾ 10,000 രൂപക്ക് 6 സ്റ്റോക്ക് മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. പ്രീമിയം ട്രാൻസാക്ഷൻ ടെക്നിക്കൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ICICI ബാങ്കിൽ നിങ്ങൾക്ക് 100 ക്വാണ്ടിറ്റി വാങ്ങിയിട്ട് 1,200 വാങ്ങി 1,400 വിൽക്കാം. ആ സേഫ്റ്റി, ആ മാർജിൻ ഓഫ് പ്രോഫിറ്റ് ഒരിക്കലും നിങ്ങൾക്ക് മറ്റുള്ള ഒരു ഫിനാൻഷ്യൽ മേഖലയിൽപ്പെട്ട ഒരു സ്റ്റോക്കും തരില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലുള്ള പ്രീമിയം സ്റ്റോക്കുകൾ ആക്സിസ് ബാങ്ക് ആയിക്കോട്ടെ, ICICI ബാങ്ക് ആയിക്കോട്ടെ, കൊട്ടാക് ആയിക്കോട്ടെ, ബജാജ് ഫിനാൻസ് ആയിക്കോട്ടെ, അതെല്ലാം പ്രീമിയം സെക്ടറിൽ ഇട സ്റ്റോക്കുകളാണ്. അതേസമയം നമ്മുടെ സുഹൃത്തുക്കൾ അതിന്റെ ഏറ്റവും വില കുറഞ്ഞ സ്റ്റോക്കുകൾ, അപ്പൊ വില നോക്കി പോയി കഴിഞ്ഞാൽ അതാണ് മണി ഇമോഷൻ. നിങ്ങൾ പഠിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ പാർട്ടായിട്ട് പറയുകയാണ്. ഒരിക്കലും എന്നെ കാണുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് വേറൊരു രീതി കാണരുത്. ഞാൻ പറഞ്ഞു, നാച്ചുറൽ ലോന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് തൊഴിലുണ്ട്, ആ തൊഴിൽ ലിമിറ്റഡ് വരുമാനമായിരിക്കും. അവിടെ നമുക്ക് മണി ഇമോഷൻ ഉണ്ടാവും, ബഡ്ജറ്റ് ഉണ്ടാവും, മണി ഇമോഷൻ, ഇതൊക്കെ പാർട്ടാണ്. പക്ഷെ എന്താണ്, ഇത് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ആ രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുക. നമ്മൾ വ്യക്തവും കൃത്യമായിട്ട് അറിവ് നേടുക എന്ന് പറയുന്നത്, ഞാൻ തന്നെ ഒരു ഉദാഹരണം കാണിച്ചു. നമുക്ക് 3 ലക്ഷം രൂപയുടെ ലോസ് ഒരാൾക്ക്, 2.5 ലക്ഷം രൂപയുടെ ലോസ് അല്ലെ. ഇദ്ദേഹം 10,000 രൂപ കൊടുത്ത് NSC പോയി ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ട്രേഡിങ്ങിന്റെ ഇൻവെസ്റ്റ്മെന്റ് കോഴ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ 2,90,000 രൂപ 85,000 രൂപ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ കയ്യിലുണ്ടാവും. ആ പഠിച്ചതനുസരിച്ച് സ്ലോ ബേസിൽ ഇൻവെസ്റ്റും ട്രേഡും ചെയ്യാൻ പറ്റും. അത് നമുക്ക് അറിയാൻ പാടില്ല, ഒരിക്കലും അല്ല. നമ്മുടെ ഗ്രീഡ് ഫിയർ എന്ന് പറയുന്ന നാച്ചുറൽ ലോന്റെ ഇമോഷൻസ് ആണ് അയാൾ കൊണ്ട് ചാടിച്ചത്. അതുപോലെ തന്നെ നെഗറ്റീവ് ഗ്രൂപ്പുകളിൽ നിൽക്കാതിരിക്കുക, നെഗറ്റീവ് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. പറയുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിന്റെ വാല്യുവേഷൻ പിക്ക് ചെയ്തുകൊണ്ട് ആ റേഞ്ചിൽ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക.
ഇപ്പൊ ഇവിടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തെ, അതൊരു ലംസം എമൗണ്ട് കൊണ്ട് വാങ്ങുന്ന 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപക്ക് നിങ്ങൾ 10 സ്റ്റോക്കുകൾ മേടിച്ചു, അല്ലെങ്കിൽ ETF മേടിച്ചു, ഗോൾഡ് മേടിച്ചു, എന്ത് മേടിച്ചോ. ഇതെന്താണ് ഉദ്ദേശം? ഇത് 10 വർഷം, ഒരു ആഴ്ച കഴിഞ്ഞ മുതൽ അതിൽ വിൽക്കണം, ലാഭത്തിൽ വിൽക്കണം. 10 വർഷം കഴിഞ്ഞാൽ ലാഭത്തിൽ വിൽക്കണം. ഇതാണ് ട്രേഡിംഗ്. ഓക്കെ, നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ച് എന്ത് മേടിക്കുന്നു അതിനെയാണ് ട്രേഡിംഗ് എന്ന് പറയാ. അത് നിങ്ങൾ സമയം എടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയാം. അത് എനി ടൈം ആയിക്കോട്ടെ, ഒരു വീക്ക് മുതൽ ഒരു 10 വർഷം വരെ ആയിക്കോട്ടെ. അത് ഓണർഷിപ്പ് യാതൊരു ബന്ധവുമില്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് അതിന് പറയരുത്. ഓക്കെ, പറയരുത് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രീമിയം ക്ലാരിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഒന്നാമത്തെ വരുന്നത് എന്താണ് ടൂള്? നമ്പർ 1 എന്ന് പറയുന്നത് സ്റ്റോക്സ് ആണ്. സ്റ്റോക്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. മാർജിൻ ഓഫ് പ്രോഫിറ്റ് ഗോൾഡ്, കറൻസി, കമ്പോഡിറ്റി കൂടുതലൊന്നുമല്ല, സ്റ്റോക്സിലാണ് കിട്ടുക. ഹെവി പ്രോഫിറ്റ് കിട്ടും ആ ടെക്നിക്കൽ ആ റേഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, എത്ര കറക്ഷൻ എടുക്കുന്നു? ഇപ്പൊ 15 ദിവസത്തോ ഒരു മാസ കറക്ഷൻ ഒക്കെ ആണെങ്കിൽ ഹെവി പ്രോഫിറ്റ് ആയിരിക്കും, കംപ്ലീറ്റ് ഹെവി പ്രോഫിറ്റ് ആയിരിക്കും. അതിനാ മൾട്ടി ബാഗർ എന്ന് പറയുക. ഓക്കെ, അത് നമ്മുടെ കറക്ഷൻ, ടെക്നിക്കൽ കറക്ഷനും ട്രെൻഡും പിടിക്കണം. ക്ലിയർ ആയല്ലോ? പിന്നെ വരുന്നത് എന്താണ്? സ്റ്റോക്സിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്പർ 1 സ്റ്റോക്കുകളാണ്. അത് പ്രീമിയം ലാർജ് സ്റ്റോക്കുകളാണ്. അതിലാണ് ഇൻവെസ്റ്റും ട്രേഡും ചെയ്യേണ്ടത്. രണ്ടാമത് വരുന്നത് എന്താണ് വരുന്നത്? ETF ആണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത് ETF ആണ്. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട്, ETF ഒരേപോലെയാണ്. പക്ഷെ ഇതിനെന്താണ്? ഇത് തീർച്ചയായിട്ടും ഫണ്ട് മാനേജേഴ്സ് നടത്തുന്നതാണ്, ഇത് മാർക്കറ്റ് നടത്തുന്നതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്താണ്? ഈ സർവീസ് ചാർജ് കുറവായിരിക്കും. എന്തോ ആയിക്കോട്ടെ, ഇത് യൂണിറ്റ്സിലാണ് വരിക. ഇത് രണ്ടും ട്രേഡിംഗ് ടൂളാണ്. ഇത് ദയവേറി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താ? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റിലെ സുഹൃത്തെ അത് യൂണിറ്റ്സിലാണ് വരിക. ETF ഇൻവെസ്റ്റ്മെന്റിൽ അത് യൂണിറ്റ്സിലാണ് വരിക. അത് വിറ്റാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? ആ യൂണിറ്റ്സ് വിറ്റാൽ മാത്രമേ പൈസ ആക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് വിപ്രോന്റെ സ്റ്റോക്ക് വിൽക്കുന്നുണ്ട്, ഒരിക്കലും ഇല്ല. ആ സ്റ്റോക്കുകൾ കമ്പൗണ്ട് ആവുന്നുണ്ട്, അസറ്റ് വാല്യൂ കമ്പൗണ്ട് ആവുന്നുണ്ട്. ആ സ്റ്റോക്കുകൾ ഡിമാറ്റ് അക്കൗണ്ട് കിടക്കുന്ന സ്റ്റോക്കുകളിലൂടെയാണ് അദ്ദേഹത്തിന് ഡിവിഡൻഡ് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് കോടികൾ സ്റ്റോക്ക് വിറ്റിട്ടാണ് വരുന്നത്, ഒരിക്കലല്ല. ഇവിടെ നിങ്ങൾ യൂണിറ്റ്സ് വിൽക്കണം. രണ്ടാമത്തെ കാര്യം, ബോണസ് സ്പ്ലിറ്റ് വരുന്ന സമയത്താണ് സ്റ്റോക്കിന്റെ പകുതി നേർപകുതിയാകുക. അവിടെ കാണുന്ന എമൗണ്ട് നേർപകുതിയപ്പോഴാണ് ബോണസ് സ്പ്ലിറ്റും വരുന്ന സമയത്ത്. ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി തിയറി പ്രകാരം പറയപ്പെടുന്ന എന്താണ്? പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നതാണ്. പക്ഷെ അതൊരു അഡ്ജസ്റ്റ്മെന്റേ അല്ല. അത്രയും ഹെവി എമൗണ്ട് അതിൽ കുറയല. അത് ഒരിക്കലും കുറയില്ല. അത് ടെക്നിക്കൽ അടിസ്ഥാനത്തിൽ ബാലൻസ് ചെയ്തു പോകുന്ന സംഗതിയാണ് ഇത് ഡിവിഡൻഡ്. വളരെ ശ്രദ്ധിച്ചു കേട്ടോ. ബോണസ് സ്പ്ലിറ്റിൽ മാത്രമേ പൈസ പകുതിയാവുള്ളൂ. ഇപ്പോൾ IRCTC എന്ന് പറയുന്ന സ്റ്റോക്ക് 6000 രൂപ ഉണ്ടായിരുന്നു. അതിൽ 1:10 ബോണസ് കൊടുത്തു, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 600 ആവും. അതിപ്പോ 600 റേഞ്ച് കിടക്കുകയാണ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ബോണസ് സ്പ്ലിറ്റ്, ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്കുകളിൽ ഏത് ലാഭ പർപ്പസിന് പോകാതിരിക്കുക. അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് ഉപകാരപ്പെടുള്ളൂ. ക്ലിയർ ആയല്ലോ? ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രൈസിനെ എഫക്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അത് എഫക്റ്റ് ഇല്ല. കാരണം ഒന്നെങ്കിൽ CA ആയിരിക്കും, ഒന്നെങ്കിൽ BA ആയിരിക്കും. കറക്ഷനിൽ മാത്രമാണ് ആ പ്രൈസ് ആവുള്ളൂ. അത് മാത്രമല്ല, സ്റ്റോക്കിന്റെ വിലയും എന്ന് പറയുന്നത് സ്മാർട്ട് മണിയുടെ ഡ്രൈവിങ്ങിനനുസരിച്ചിട്ടാണ്. അത് ടെക്നിക്കൽ പഠിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഓക്കെ, ഇതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞത്. ഇവിടെ ട്രേഡിംഗിൽ വരുന്ന സമയത്ത് സ്റ്റോക്സ് ആയിക്കോട്ടെ, ETF ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ബേസിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗോൾഡ് എന്ന് പറഞ്ഞാൽ 2020 50,000 രൂപയായിരുന്നു ഒരു പവൻ ഗോൾഡിന്. അത് ഫിസിക്കൽ ഗോൾഡ് മേടിച്ചാൽ സർവീസ് ചാർജ് 45,000, 50,000 കൂട്ടിക്കോ സർവീസ് ചാർജ് അടക്കം. 2000 ടെക്നിക്കലി അറിയുന്ന ആളുകൾ നമുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 10 പവൻ മേടിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ, 20 പവൻ മേടിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ. ഓക്കെ, ആ ഗോൾഡ് നിങ്ങൾക്ക് ഇന്ന് ഒരു പവന് 50,000 ഉള്ളത് 2026 ജനുവരി 29 1,30,000 വിൽക്കാം. അതായത് 80,000 രൂപ പ്രോഫിറ്റിൽ വിൽക്കാം. ഓക്കെ, അതും എന്താണ്? ചാർട്ട് നോക്കിക്കൊണ്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ ഗോൾഡ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡെക്സിന്റെ ഫ്യൂച്ചർ ഓപ്ഷൻ. ഇൻഡെക്സ് എന്ന് പറയുന്നത് Nifty 50, ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ഇവിടെ സ്റ്റോക്സിനെ ഹെഡ് ചെയ്യാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. കാരണം എന്താ? എല്ലാ സ്റ്റോക്സിന്റെയും ഫ്യൂച്ചർ ലിക്വിഡാണ്. വളരെ ശ്രദ്ധിച്ചു കേട്ടോ, ഫ്യൂച്ചർ ലിക്വിഡാണ്. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സിന്റെ ഫ്യൂച്ചറിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ, അതായത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതിനെ ഹെഡ്ജ് ചെയ്യാൻ, സ്റ്റോക്സിനെ ഹെഡ്ജ് ചെയ്യാൻ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നു. എല്ലാ സ്റ്റോക്സിന്റെയും ഫ്യൂച്ചർ ലിക്വിഡാണ്. ഓപ്ഷൻ ലിക്വിഡേ അല്ല. ഓക്കെ, സ്റ്റോക്സിന്റെ ഫ്യൂച്ചറിൽ സ്റ്റോക്സിന്റെ ഓപ്ഷനിൽ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ ട്രേഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അത് മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഫ്യൂച്ചറിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക, ബൈയും സെല്ലും ചെയ്യുക. ആ സമയത്ത് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു പോകുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെഡ്ജ് ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ വെച്ചുകൊണ്ടാണ് ഹെഡ്ജ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇൻഡെക്സിൽ ഓപ്ഷൻസ് ഹെവി ലിക്വിഡ് ആണ്. അതുകൊണ്ടാണ് ഇൻഡെക്സിൽ തീർച്ചയായിട്ടും ഹെവി ലിക്വിഡ് ആയിട്ട് വരുന്നത്. അവിടെ ഓപ്ഷൻ വെച്ചുകൊണ്ടാണ് ഹെഡ്ജ് ചെയ്യുക ഫ്യൂച്ചറിൽ. പിന്നെ വരുന്നത് എന്താണ്? ലോകത്തിലുള്ള എല്ലാ മാർക്കറ്റും, അതായത് ഓപ്ഷൻ സ്ട്രാറ്റജി പഠിക്കുന്ന ആളുകളുണ്ട്, കറൻസിക്ക് സ്പെഷ്യൽ കോഴ്സ് പഠിക്കുന്ന ആളുകളുണ്ട്, കമ്മോഡിറ്റിക്ക് സ്പെഷ്യൽ കോഴ്സ് പഠിക്കുന്ന ആൾ, ക്രൂഡ് ഓയിൽ, ബിറ്റ് കോയിൻ എല്ലാം. സഹോദര, കറൻസിയിലും കമ്മോഡിറ്റിയിലും ക്രൂഡ് ഓയിലും സ്റ്റോക്സിലും ഗോൾഡിലും ETF ചാർട്ടുകൾ ഉണ്ടാവും. അതിലും ബിറ്റ് കോയിനിലും ഒക്കെ നമുക്ക് ഫോർമാകുന്ന എന്താണ്?
പ്രീമിയം പ്രൈസ് ആക്ഷൻ വേവ്സ് അതൊക്കെ ഞാൻ ഡയലക്റ്റ് മുന്നോട്ട് കാണിച്ചു തരാം. ഇവിടെ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് അറിയുന്ന കാര്യത്തിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നതും ലോസ് വരുന്നത് എന്തുകൊണ്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പഠിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ കോഴ്സിൽ ഇങ്ങനെ പാട്ടായിട്ടോ എന്റെ എഡ്ജ് ഗ്രൂപ്പിലേക്ക് വരേണ്ടിയിട്ടോ ട്രേഡ് കമ്മീഷൻ തരേണ്ടിയിട്ടോ അല്ലെ പ്രോഫിറ്റ് എടുക്കേണ്ടിയിട്ടോ അല്ല. അത് താല്പര്യമുള്ള ആളുകൾ വരുന്നുണ്ട്, പഠിക്കുന്നുണ്ടല്ല ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അറിവില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ വോറൻ ബഫറ്റിന്റെ കൊടുത്താലും മാർക്കറ്റിന്റെ ആക്ച്വലി ബേസ് റൂളിൽ വരുന്നതാണെന്ത്, നമുക്കറിയാത്തൊരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ പാടില്ല. ബിറ്റ് കോയിൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ആ വിഷയം എന്താണ്, ക്രൂഡ് നമുക്കറിയാം, ഗോൾഡ് നമുക്കറിയാം, സ്റ്റോക്കുകളെ കുറിച്ച് നമുക്കറിയാം. അത് തന്നെ ഇന്ത്യൻ സ്റ്റോക്കുകൾ, നമ്മൾ ഫെമിലിയർ ആയ സ്റ്റോക്കുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓണർഷിപ്പ് നേടാൻ പാടുള്ളൂ അപ്പുറത്തെ പോർട്ട്ഫോളിയോയിൽ. ഇവിടെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലി പഠിച്ചുകൊണ്ട് തന്നെ ബിറ്റ് കോയിൻ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അത് അറിയാത്തൊരു ബിസിനസ് ആയതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ക്രൂഡ് ഓയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കമ്മോഡിറ്റി കറൻസി ഒക്കെ നമുക്കറിയാം. ഗോൾഡ് അതിനാണ് കമ്മോഡിറ്റി എന്ന് പറയുക. ക്രൂഡ് ഗോൾഡ് കമ്മോഡിറ്റി എന്ന് പറയാം. കറൻസി അത് ഫോറക്സ് മാർക്കറ്റ്, അത് വേറൊരു ലോകമാണ്. അപ്പൊ ഇതിനൊക്കെ ഒരൊറ്റ സ്ട്രാറ്റജി ഉള്ളൂ. ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഞാൻ ഒരു സുഹൃത്തിനോട് ഓപ്ഷൻ സ്ട്രാറ്റജി വെച്ച്, സഹോദര പ്രീമിയം പ്രൈസ് ആക്ഷൻ വേവ് തിയറി, അത് ഗൂഗിൾ സെർച്ച് ചെയ്യുക, അത് അവിടെ വെച്ചാൽ പഠിക്കുക. ഒറ്റ സ്ട്രാറ്റജി ഉള്ളൂ. അപ്പൊ വേവ് തിയറി എന്ന് പറയുന്ന 5 സ്റ്റാൻഡേർഡ് ഇമ്പൾസ്, 5+3 അതാണ് സൈക്കിൾ. ഓക്കെ, ഈ സൈക്കിളിലൂടെയാണ് നിഫ്റ്റിയുടെ ചാർട്ട് പോകുന്നത്. അപ്പൊ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കൊണ്ട് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് പോകുന്നത്, അതുപോലെ എല്ലാ സ്റ്റോക്സിന്റെയും കറൻസിയുടെയും കമ്മോഡിറ്റിയുടെയും ചാർട്ട് അങ്ങനെയാണ് പോകുന്നത്. അത് നോക്കി പഠിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് പല മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റിൽ പല മേഖലകളുണ്ട്. FMCG വേറൊരു മേഖലയാണ്, IT, ഓട്ടോ, ഇതെല്ലാം വ്യത്യസ്ത മേഖലയാണ് അല്ലെ. ഈ മേഖലക്ക് ഒരു സെക്ടർ ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിഫ്റ്റി 50, അതായത് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന നിഫ്റ്റി 50, ഇതിന്റെ അകത്ത് 50 സ്റ്റോക്കുകളുണ്ട് വ്യത്യസ്ത മേഖലയിൽപ്പെട്ട അല്ലെ. അപ്പൊ നമുക്ക് മാർക്കറ്റ് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? തീർച്ചയായിട്ടും നിഫ്റ്റി 50 എന്ന് പറയുന്ന ആ സെക്ടർ ഇൻഡെക്സിനെയാണ് നോക്കുക. മാർക്കറ്റിന്റെ അകത്തുള്ള 50 സ്റ്റോക്കുകൾ നമ്മൾ നോക്കുക അല്ലെ. അതേ ലോജിക്ക് നിങ്ങൾ താഴോട്ട് കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ ഫിൻ നിഫ്റ്റി എന്ന് പറയുന്ന ഫിനാൻസിലുള്ള നിഫ്റ്റി സെക്ടർ ഇൻഡെക്സ് ആയ ഫിൻ നിഫ്റ്റി നോക്കിക്കൊണ്ട് അതിലുള്ള പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ മാത്രം ട്രേഡ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾ ടെക്നിക്കൽ അറിയാതെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫിൻ നിഫ്റ്റിയുടെ ടെക്നിക്കൽ അറിയണം, നിഫ്റ്റിയുടെ ടെക്നിക്കൽ അറിയണം, സ്റ്റോക്സിന്റെ ടെക്നിക്കൽ അറിയണം. ഇപ്പൊ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ വേവ്സും പ്രീമിയം ട്രാൻസാക്ഷൻ അറിയണം. എങ്കിലും 1 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. എഴുതി വെച്ചോ. തീർച്ചയായിട്ടും എന്റെ കമ്മ്യൂണിറ്റിയിൽ വന്ന് ഞാനും ട്രേഡിങ്ങിന് ഉണ്ട് എന്ന് പറയുന്ന സുഹൃത്തുക്കളോട് സഹോദര പഠിക്കാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ പല രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. ഇത് പല രീതിയിൽ അവരെന്തോ ചിന്തിക്കുന്നുണ്ടാവും. അതൊന്നും എന്റെ പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്റെ കമ്മ്യൂണിറ്റി ട്രേഡ് ചെയ്ത് വന്നോ വയറിറച്ച് പ്രോഫിറ്റ് ഉണ്ടാകാം. നിങ്ങളുടെ അക്കൗണ്ടിൽ മാത്രം പൈസ നോക്കി അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഒന്നും ഒരാൾക്ക് കൊടുക്കാതിരിക്കുക. പക്ഷെ എന്താണ്, ഇത് പഠിച്ചാലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഏറ്റവും കൂടുതൽ വരുമാനം വരെ നിങ്ങൾക്ക് എന്തിലാണ്? ട്രേഡിങ്ങിലാണ്. ഓക്കെ, പക്ഷെ ഇത് അറിയാതെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആണോ നിങ്ങൾക്ക് എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും പഠിക്കുന്നതിന്റെ പൈസ ഇമോഷൻ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. വന്ന് ചോദിച്ചതിന് ശേഷം അതിന്റെ എമൗണ്ട് കണ്ട് 3 മാസത്തെ എമൗണ്ട് ടൈം എടുത്തുകൊണ്ട് പഠിക്കണേ 3 മാസത്തോ 1 മാസത്തോ എമൗണ്ട് കണ്ട് പോകുന്ന ആളുകളുണ്ട്. ഒരു സമയമില്ല എന്ന് പറയാ, ഇമോഷൻസ് ആണ് നമുക്കറിയാം. അത് ബ്രേക്ക് ചെയ്യാതെ എന്റെ അടുത്ത് നിന്നോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ട്രേഡിംഗ് ആണ്. നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ്, ഇപ്പൊ ഞാൻ എടുക്കുന്ന സെയിം ട്രേഡ് ICICI ബാങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചിട്ട് അതിനുള്ള പ്രോഫിറ്റ് മാർജിൻ നമുക്കും കിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം സ്ഥിര വരുമാനം അതാണ്. ഒരിക്കലും ട്രേഡിംഗ് ഈ പഠിപ്പിക്കുന്ന വരുമാനം അത് കൊല്ലത്തിൽ 2 ആൾ വന്ന് പഠിക്കുന്നതിനല്ല സുഹൃത്ത്. അപ്പൊ ട്രേഡ് ചെയ്യണമെങ്കിൽ ഇത് പഠിച്ചേ പറ്റൂ. അത് എന്റെ അടുത്തായാലും എവിടുന്നായാലും പഠിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. എങ്കിലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ആ ട്രേഡിംഗ് ആർക്കും ചെയ്യാം. അതിപ്പോ നമ്മൾ കാണുന്നുണ്ട് 3 ലക്ഷം 5 ലക്ഷം നഷ്ടം. അപ്പൊ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ ഇവിടെ ഇൻഡെക്സ് വെയ്റ്റഡ് ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്കുകളിൽ തന്നെ ലാർജ് ക്യാപ്പിൽ തന്നെ പല A ഗ്രേഡ് ഉണ്ട്, B ഗ്രേഡ് ഉണ്ട്, C ഗ്രേഡ് ഉണ്ട്. അത് ഓക്കെ, അത് ടെക്നിക്കലിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി ലാർജ് ക്യാപ്പിൽ തീർച്ചയായിട്ടും ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഈ 3 ഗ്രേഡിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പെന്ന് ഒരിക്കലും തൊടാൻ പാടില്ല. ഈ മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ചിട്ടാണ് ലാർജ്, മിഡ്, സ്മോൾ ആക്കുന്നത്. ഒരിക്കലും അത് ഫണ്ടമെന്റൽ ബേസ് ചെയ്തോണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വേറെ ഗ്രേഡ് വെച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ലാർജ് ക്യാപ്പ് പ്രീമിയം സ്റ്റോക്ക് പറയാണ്, ഓർഡിനറി ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളുടെ ഫണ്ടമെന്റൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം തീരുമാനിക്കുന്നത്. പെന്നി മാത്രം തൊടാതിരിക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ റോങ് സ്റ്റോക്കിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് മലയാളീസ് ഗ്രൂപ്പിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകൾ. തീർച്ചയായിട്ടും മണി ഇമോഷൻ എന്ന് പറയുന്നത് ആ ടെക്നീസിന് താഴെയുള്ള സ്റ്റോക്കുകൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അതായത് ഇപ്പൊ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ IRFCന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ICICIയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു IRFC എന്ന് പറഞ്ഞാൽ ഫിനാൻസിൽപ്പെട്ട ലാർജ് ക്യാപ് സ്റ്റോക്കാണ്. ICICI എന്ന് പറയുന്നത് ഫിനാൻസിൽപ്പെട്ട സെക്ടർ ലീഡർ വെയിറ്റഡ് പ്രീമിയം സ്റ്റോക്കാണ്. അപ്പൊ ഉദാഹരണത്തിന് എക്സിസും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. നമുക്ക് ടെക്നിക്കലിലൂടെ പഠിക്കാൻ പറ്റും. ഞങ്ങളോട് ഉദാഹരണം പറഞ്ഞുതരാം. 1 ലക്ഷം രൂപക്ക് നമ്മുടെ സുഹൃത്തുക്കൾ എന്താ ചെയ്യുക? പോർട്ട്ഫോളിയോയിലുണ്ട്, കഴിഞ്ഞ പോർട്ട്ഫോളിയോ ഞാൻ കാണിച്ചില്ല. ആ 1 ലക്ഷം രൂപക്ക് 90 രൂപയെ IRFCക്കുള്ളൂ. ICICI ബാങ്ക് 1500 ആ റേഞ്ച് വരും. ഓക്കെ, പക്ഷെ ICICI തന്ന പ്രോഫിറ്റ് നമുക്ക് ഈ കഴിഞ്ഞ ട്രെൻഡിൽ ആ ഒരു മണിക്കൂറിന് 5 ഇമ്പൾസീവില് ICICI തന്ന ട്രെൻഡ് എന്ന് പറയുന്നത് 200 രൂപയുടെ പ്രോഫിറ്റ് ആണ്. മനസ്സിലായി, 200 രൂപയുടെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്.
കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി കറക്ഷൻ അതിൽ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണം എന്താണ്? ഹെവി സേഫ്റ്റിയാണ്. ഒന്നാം നമ്പർ സേഫ്റ്റിയാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഹെവി പ്രോഫിറ്റ് ഓഫ് മാർജിൻ അതാണ് തരിക. ഇത് പറയാൻ കാരണം എന്താ? ലാർജ് ക്യാപ് വളരില്ല എന്നുള്ള ആ ഫണ്ടമെന്റൽ ഗ്രൂപ്പിലുള്ള ചർച്ചകൾ. അതുകൊണ്ടാണ് അവർ 100ന്റെ ബിലോ ഉള്ള സ്മോൾ ക്യാപ്പ് പെന്നിയൊക്കെ എടുക്കുന്നത്. തീർച്ചയായിട്ടും തെറ്റായ ഇൻഫർമേഷൻ ആണ്. ലാർജ് ക്യാപ്പാണ് ഏറ്റവും കൂടുതൽ മാർജിൻ ഓഫ് പ്രോഫിറ്റ് തരിക. സെക്ടർ ഇൻഡെക്സ് പറക്കുമ്പോൾ ആദ്യം പറക്കുക ലാർജ് ക്യാപ്പാണ്. സെക്ടർ ഇൻഡെക്സ് താഴോട്ട് വരുന്ന സമയത്ത് ICICI ബാങ്ക് ഒരു തുള്ളി കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ IRFC എന്താണ് നമ്മൾ കണ്ട ഇന്നലെ? ICICI 200 കയറിയപ്പോ IRFC ഇത്ര കയറി 7 രൂപ 7 രൂപ 3 രൂപയാണ് കയറി 7 രൂപയാണ് കയറിയത്. ഓക്കെ, നിഫ്റ്റി ചെറുങ്ങനെ കറക്ഷൻ വന്നപ്പോൾ ICICI ബാങ്ക് ഒരു ഔൺസ് കറക്റ്റ് ചെയ്തു. IRFC എന്താ ചെയ്ത്? 22 രൂപ കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ ചാർട്ട് കാണിച്ചു തരാം, ഒരുപാട് ലെങ്തി ആവട്ടെ. അപ്പൊ നമ്മൾ ഈ ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം പറഞ്ഞാൽ ഇതിന്റെ ഓർഡർ ബേസ് ചെയ്തുകൊണ്ടാവും ഫുഡ് വീഡിയോ ചെയ്യാം. 16 സ്റ്റോക്കുകൾ അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഈ സെക്ടറിൽ അത് ഈ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട്സ് ഉണ്ട്. 25,000ന്റെ മേലോട്ട് ഇത്ര, താഴോട്ട് ഇത്ര, അതാണ് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് എന്നുള്ളത്. പക്ഷെ ആ ക്യാപ്പ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് ആപ്പിൽ നോക്കി കാണാൻ പറ്റും. അത് നോക്കിക്കൊണ്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതിന്റെ ഫണ്ടമെന്റൽസ് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ഏതാണ് സ്ട്രെങ്ത് ഉള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയ സ്റ്റോക്കുകളുണ്ട്. നെവർ ട്രേഡ് ഇൻ പെന്നി സ്റ്റോക്ക്. പെന്നി സ്റ്റോക്കിൽ ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റും. അതാണ് നമ്മൾ സ്റ്റോക്കുകൾ, അതായത് 10 രൂപ 2 രൂപയുള്ള സ്റ്റോക്കുകളിലാണ് അദ്ദേഹത്തിന് 3 ലക്ഷം 2.5 ലക്ഷം രൂപ പോയത്. ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ നമ്മുടെ മലയാളി ഗ്രൂപ്പുകളിൽ പെട്ടിട്ടാണ് ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോസും നല്ല ഗ്രൂപ്പുകളുണ്ട്. ഒരിക്കലും എല്ലാം അങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ ഫണ്ടമെന്റലിലൂടെ ഓർമോസ് അടച്ചു ട്രേഡ് ചെയ്ത് സെല് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഈ ഫണ്ടമെന്റൽ ട്രേഡിങ്ങും അതുപോലെ തന്നെ ഈ ബിലോ ആവറേജ് സ്റ്റോക്കുകളും കിട്ടുന്ന സജഷൻസ് ഏറ്റവും കൂടുതൽ പബ്ലിക് ഗ്രൂപ്പുകളിലാണ്. അവിടെ പട്ടേൽ എഞ്ചിനീയറിംഗ് ഒക്കെ വരും. പട്ടേൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഡെഡ് സ്റ്റോക്കുകളാണ്. ടെക്നിക്കൽ അറിയുന്ന ആളുകളെ പ്രകാരം ഡെഡ് സ്റ്റോക്കുകളാണ്. അതിൽ തന്നെ ലാർജ് ക്യാപ്പിലാണെന്നുള്ളത് പറഞ്ഞു. സി ഗ്രേഡ് സ്റ്റോക്കിൽ തന്നെ ട്രേഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ആ ഓഹരി വിപണി ഗ്രൂപ്പിലൊക്കെ ലാർജ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ കോള് വരില്ല. അവിടെ കംപ്ലീറ്റ് നിങ്ങൾക്ക് പെന്നികളും മിഡിലും ആണ്, സ്മോൾ ക്യാപ്പിലാണ് വരിക. അതിന്റെ കാരണം എന്താ? ലാർജ് ക്യാപ്പ് വളരില്ല എന്ന് പറയുന്നതാണ് അതിന്റെ കാരണം. അത് തെറ്റായ ഇൻഫർമേഷൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. സെക്ടർ ഇൻഡെക്സ് പോകുന്ന സമയത്ത് പറന്നു പോകാൻ ലാർജ് ക്യാപ്പാണ്, ഇറങ്ങി വരിക. അതാണ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നത് നിഫ്റ്റി അപ് ട്രെൻഡ് പോയി, ഫിൻ നിഫ്റ്റി അപ് ട്രെൻഡ് പോയി, എനർജി പോയി, എന്റെ സ്റ്റോക്ക് അവിടെ കിടക്കണം. നിങ്ങളുടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABCDE ഈ Fലോ ഒക്കെ വരുന്ന സ്റ്റോക്ക് ആയിരിക്കും. അതായത് നമ്മളെ ഓർഡർ ബേസിൽ ഏറ്റവും ലോ ഗ്രേഡ് സ്റ്റോക്ക് ആയിരിക്കും. അതേ സ്ഥലത്ത് നിങ്ങൾ ഹൈ ഗ്രേഡ് സ്റ്റോക്കാ പിടിച്ചെങ്കിൽ ട്രെൻഡാകുന്ന സമയത്ത് ടെക്നിക്കൽ അറിയണം. ട്രെൻഡാകുന്ന സമയത്ത് നിങ്ങൾക്ക് ബൈ ചെയ്യാം, സെല് ചെയ്യാം. ഓക്കെ, പ്രോഫിറ്റ് കിട്ടും. അതാണ് ഇവിടെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ മണി ഇമോഷൻ സ്റ്റോക്കുകളാണ് ഇതൊക്കെ. പട്ടേൽ എഞ്ചിനീയറിംഗ് എന്താ 20 റുപ്യുള്ളൂ. ഇപ്പൊ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത BGMഉം അങ്ങനെ ഒത്തിരി 3 ലക്ഷം രൂപക്ക് 1000 ക്വാണ്ടിറ്റി മേടിച്ചു. എന്താണ് ഇത്? 10 രൂപയിൽ നിന്നും 1000 രൂപ പോയി കഴിഞ്ഞാൽ നിനക്ക് മൾട്ടി മേക്കർ ആകാം. അങ്ങനെയാണല്ലോ അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരിക്കലും അല്ല. നിങ്ങളാ ലൈഫ് ലോങ് അധ്വാനിച്ച 3 വർഷം അധ്വാനിച്ച 3 ലക്ഷം രൂപ 100% പോയി. ഇനി ഒരിക്കലും തിരിച്ചു കയറില്ല. കാരണം അങ്ങനത്തെ സ്റ്റോക്കുകളാണത്. ഓക്കെ, അത് ആ ടെക്നിക്കൽ അറിയുന്ന ആൾക്കാർ അറിയാം. നിങ്ങൾ ആരോട് ചോദിച്ചാലും അതാ പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് ഇമ്പൾസിന്റെയും പ്രീമിയം, അതായത് പ്രീമിയം പ്രൈസ് ആക്ഷന്റെയും വേവ് സൈക്കിൾ, പ്രൈസ് വേവ് സൈക്കിളും അതുപോലെ തന്നെ ടൈം ഫ്രെയിമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുക. അതിന്റെ ഇൻഫർമേഷൻ ആണ് തീർച്ചയായിട്ടും. ഇത് അറിയാം. അതാ ഞങ്ങൾ പറഞ്ഞത്. തീർച്ചയായും നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ വന്ന് അവിടെ നിൽക്കും, പേര് പറയില്ല. അപ്പൊ തീർച്ചയായും നിങ്ങളെ പേര് പറയാ, വന്ന പർപ്പസ് പറയാ. ഒരിക്കലും നിങ്ങൾ എൻ്റെ അടുത്ത് പഠിക്കണമെന്ന് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യണമെന്നില്ല. എൻ്റെ അടുത്ത് എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ പേര് പറയാ. ഞാൻ മുസ്ലിം ഫ്രം കാലിക്കറ്റ്, എന്തും ചോദിക്കാം. ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പഠിച്ചാലേ കിട്ടുള്ളൂ. അത് നിങ്ങളുടെ ചോയ്സാണ്. അത് നിങ്ങൾ പഠിക്കാതെ ചെയ്യാം, പഠിച്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതൊരു പ്രശ്നമല്ല. ഞാൻ ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു തരാണ്. എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കാം. പക്ഷെ പേരും സ്ഥലവും പറയണം. ഈ എറിഞ്ഞു പഠിപ്പിച്ച് എന്നിട്ട് പോകുന്ന ഒരു മലയാളി, അതൊരു നമ്മുടെ ഓരോ രീതികളുണ്ടല്ലോ. ഞാൻ അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു കാര്യത്തിലും മാർക്കറ്റിൽ ഫോളോ ചെയ്തില്ല. എല്ലാം മച്ച മലയാളിയാണ്. പക്ഷെ മാർക്കറ്റിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഫോളോ ചെയ്തില്ല. ഞാൻ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി പറഞ്ഞു തരും. അതിൽ നിങ്ങൾക്ക് ഒരു വിഷമവും തോന്നണ്ട. പഠിച്ചു കൊടുത്ത് NSC പോയി 15,000 കൊടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ 15,000 കൊടുത്ത് പഠിച്ചേ പറ്റൂ. ഇവിടെ നിങ്ങൾക്ക് NSC അക്കാഡമിയുടെ കാര്യം ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പറ്റും? ഒരിക്കലും ഇല്ല. അപ്പൊ പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. പിന്നീടും ആ പറഞ്ഞു കഴിഞ്ഞ് ഒരു പ്രാവശ്യം പോയി പിന്നീടും 2.5 ലക്ഷം രൂപ ലോസായി, അല്ലെങ്കിൽ അത് ലോസായി ഇത് ലോസായി എന്ന് പറയുമ്പോൾ അതിലെന്താ അർത്ഥമുള്ളത്? ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ കണ്ട് ഒരുപാട്, അതുപോലെ തന്നെ കൈ നനയാതെ മീനെ പിടിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ സുഹൃത്തുക്കൾ, സമയമില്ല, വീഡിയോ കാണാൻ സമയമില്ല, നിങ്ങൾ സ്ട്രാറ്റജി കൊണ്ട് പറഞ്ഞു നടന്ന സുഹൃത്തുക്കൾ, സഹോദരൻ, നിങ്ങളൊക്കെ പോകുന്ന അപകടത്തിലേക്കാണ്. നിങ്ങളുടെ പൈസ 100% മാർക്കറ്റ് വായ്പാവും. അതിലും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യാം? ഫിക്സഡ് ഡെപ്പോസിറ്റോട് നടക്കുക. കാരണം എന്താ? വലിയൊരു അപകടമാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞാൽ അപ്പൊ ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ട്രേഡർ എലിജിബിലിറ്റി, ഇതാണ് വളരെ ശ്രദ്ധിക്കുന്നത്. മാർക്കറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു ഇന്ത്യൻ പൗരനും, നിങ്ങളുടെ വിദ്യാഭ്യാസം പ്രശ്നമല്ല, നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? 100% നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ കോടികൾ, ഈ കോടികൾ കിട്ടുന്ന വീഡിയോ ചെയ്ത് 1000 കൊണ്ട് കോടി ഉണ്ടാക്കാം, കോടി വരുമാനം ഡിവിഡൻഡ് കിട്ടും എന്ന് പറയുമ്പോൾ കമന്റ് ചെയ്യുന്ന ആളുകളാരാ?
ഇവർ പെന്നി സ്റ്റോക്കിലും ഇതുപോലുള്ള അതായത് പണം നഷ്ടപ്പെട്ട ആളുകളാണ്, ആ മാനസിക വിഷമം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അവർ നല്ല മെച്ചൂർ ആയിട്ടുള്ള നല്ല ബുദ്ധിയുക്തിയുള്ള ആളുകളാണ്. പക്ഷെ മാർക്കറ്റിന്റെ കാര്യത്തിൽ അവർ അങ്ങനെ ആയിപ്പോകുന്നത് എന്താ? പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രിയിൽ, അതായത് നമുക്ക് മലയാളികളാണോ ആവറേജ് എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക, ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും. അത് ലൈഫിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. പക്ഷെ ഈ മാർക്കറ്റിലോട്ട് മാത്രം വരുമ്പോൾ ഒരു ചിന്ത എല്ലാം മറന്നു പോകും അവര്. അത് കാരണം എന്താ, എന്തോ ഇമോഷൻ കൊണ്ടാ സംഭവിക്കുന്നതാണത്. സഹോദരൻ, ഇവിടെ നിങ്ങൾ ആദ്യം വന്നത് ഇത് വലിയൊരു ലോകമാണ്. ഇവിടെ നടക്കുന്നൊക്കെ ടേൺ ഓവർ 1,00,000 കോടി രൂപയുടെ ടേൺ ഓവറാ. 1,00,000-ൽ 1 കോടി രൂപ ക്യാഷ് ആയിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈവൻ ഡിജിറ്റൽ മണി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവുകയില്ല. ക്യാഷ് ആയിട്ട് ഉണ്ടാവില്ല. അസറ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ആരുടെ അതായത് 1,00,000 കോടി രൂപയാണ്. 1 കോടിയല്ല, 1,00,000. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദിവസത്തെ ടേൺ ഓവറാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ അതിന്റെ വലിപ്പങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതുപോലെ ലക്ഷക്കണക്കിന് കോടികളിലാണ് ഡിവിഡൻഡ് കിട്ടുന്നത്, ട്രേഡ് പ്രോഫിറ്റ് കിട്ടുന്നത്. ആ ഒരു തേല് വന്നു കഴിഞ്ഞാൽ അതിന്റെ PDF വായിച്ചുകൊണ്ട് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ കണ്ടാലും നിങ്ങൾക്ക് ഒരിക്കലും കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതിൽ കിട്ടില്ല. സാറ്റിസ്ഫാക്ഷൻ ആവില്ല, പ്രോഫിറ്റും കിട്ടില്ല. ഇതൊരു ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. നിങ്ങൾ എന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതൊരു കമ്മ്യൂണിറ്റിയിലോ ഏതെങ്കിലും ഒരാളെ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരായും ശരി ഒരാളെ ഫോളോ ചെയ്യുക, അദ്ദേഹത്തിൽ നിന്ന് കംപ്ലീറ്റ് പഠിക്കുക. അതായത് നിങ്ങൾ NSE അക്കാഡമി പോവുക, NSE അക്കാഡമി പോയി കംപ്ലീറ്റ് പഠിച്ചു. പഠിച്ചതിന് ശേഷം ആ ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, ട്രേഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ റേഞ്ചിലോട്ട് എത്തണമെങ്കിൽ ആ സമയം എടുക്കും. ഓക്കെ, അത് നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ പാഷനും പോലെ. ലോകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിട്ടോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും ടൈം വേസ്റ്റിംഗ് പരിപാടിയാണ്. നിങ്ങൾ അസറ്റ് ഉണ്ടാക്കി എടുക്കാനും റിച്ച് ആവാനുള്ള നീയത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഇതേ ഉള്ളൂ. ഇതിന്റെ ബാക്കിയുള്ള എല്ലാ ബിസിനസ്സും ഇതിന്റെ താഴെ വരുന്നത്. റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, വേറെ എന്ത് ബിസിനസ് ഇതിന്റെ താഴെയാണ് വരുന്നത്. ഇതാണ് സുപ്രീം. ആ റേഞ്ചിൽ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ദയവ് ചെയ്ത് പറയുന്നത് വിശ്വസിക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സമയം കൊടുത്തുകൊണ്ട് എവിടെന്ന് വെച്ചാൽ പഠിക്കുക, ആ പാഷനായിട്ട് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാമ്രാജ്യം ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻവെസ്റ്റർ ട്രേഡർ എലിജിബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്രേക്ക് മണി ഇമോഷൻ. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ കൊറ്റല്ല. ഞാൻ കഴിഞ്ഞ പറഞ്ഞു നാച്ചുറൽ ലോന്റെ നമ്മൾ ഫാമിലി ബഡ്ജറ്റ് ഉണ്ട്, അത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ മാർക്കറ്റിൽ അത് പറ്റില്ല സുഹൃത്ത്. കാരണം എന്താ? ഇവിടെ വാല്യൂസിനാണ് പ്രാധാന്യം. നിങ്ങൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ വാല്യൂസ്, നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കിന്റെ വാല്യൂസ്, മൂല്യത്തിനാണ് പ്രാധാന്യം. എങ്കിലേ നിങ്ങൾക്ക് ആ റിട്ടേൺസ് കിട്ടൂ. ഇല്ലെങ്കിലോ മണിയുടെ ഇമോഷൻസ് ബ്രേക്ക് ചെയ്യാതെ, മണി ഇമോഷൻസ് വെച്ചുകൊണ്ട് വാല്യൂസ് അറിയാതെ, അതായത് പഠിക്കാനുള്ള മണി ഇമോഷൻ ആയിക്കോട്ടെ, സ്റ്റോക്ക് ബയ്യിങ്ങിനുള്ള മണി ഇമോഷൻ ആയിക്കോട്ടെ, അതാണ് നിങ്ങൾക്ക് അവിടെ കണ്ടത്. എന്ത്? ആ വാല്യൂസ് അറിയാതെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ 2,00,000 രൂപ പോയത്. അതൊരു സ്റ്റഡി പർപ്പസ് പറയാണ്. ഇവിടെ നിങ്ങൾ വാല്യൂസിൽ മാത്രമേ ഫോക്കസ് ചെയ്യൂ, മൂല്യങ്ങളിൽ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. മൂല്യമുള്ള സ്റ്റോക്കുകൾ, മൂല്യമുള്ള എഡ്യൂക്കേഷൻ, മൂല്യമുള്ള സ്റ്റോക്കുകളിൽ ഈ പറഞ്ഞതെല്ലാം എന്താണ്? ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. അതിങ്ങനെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ എങ്ങനെയാണോ എന്താ പറയാ, ഒരു തൈ നട്ടിട്ട് തെങ്ങാവുന്നത്, അതൊന്നും ആളുകൾ കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും. അത് ഇവർക്ക് അങ്ങനെ കുറച്ച് ആളുകൾ, ഈ ഓപ്ഷൻ പിന്നെ ടീം 1 കോടി കിട്ടില്ല എന്നൊക്കെ പറയുന്നത്, 1,00,000 രൂപ ഇന്നിട്ട നാളെ 10 ആവണം. അത് നടക്കാത്ത കാര്യമാണ് സുഹൃത്തെ. ഞങ്ങൾ ആരാണ് അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു തന്നത്? നടക്കും. എപ്പോ? നിങ്ങൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ആ പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ അത് നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും വീഡിയോ ആണ്. ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് സംസാരിക്കുക. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ വീഡിയോ നോക്കരുത്. കാരണം എന്താ? ഞങ്ങൾ പറഞ്ഞ കണ്ടന്റ് പഠിക്കും. എന്താണ് ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞങ്ങൾ പറഞ്ഞു ഡിഫറെന്റ് ഇൻഫർമേഷൻ ഒറ്റ ടൈം പഠിക്കുന്നതിന് ഒരേ ഓർഡറിൽ ബേസ് പഠിച്ച്, നോട്ട് എഴുതി, ജോലി കഴിഞ്ഞ് വന്ന് നോട്ട് എഴുതി പഠിച്ച്, അത് കേട്ട് മനസ്സിലാക്കുന്നതിനാണ്. അത് നോട്ട്സ് എഴുതി പഠിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗ്രഹിക്കുക, ഉപബോധമനുസരിച്ച് പഠിപ്പിക്കുന്നതിനാണ് നമ്മൾ കോഴ്സ് പഠിക്കുക എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ കോഴ്സ് ആയാലും ശരി, അക്കാഡമിക് കോഴ്സ് ആയാലും ശരി. നമ്മൾ സാധാരണക്കാരൻ എന്താ ചെയ്യുന്നത്? കുറെ റീലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് ഏതെങ്കിലും ഒരു തമിഴ്നാട്ടിൽ കണ്ട അതിൽ ക്ലിക്ക് ചെയ്യും, അത് കുറച്ചു നേരം പഠിക്കും, അത് മറന്നു പോകും. പിന്നെ അടുത്ത വീഡിയോ. അതല്ല കോഴ്സ്. കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് പഠിക്കണം. എന്തൊക്കെ അത് പ്രീമിയം കണ്ടന്റ് വരെയാണ്. ഇൻഫർമേഷൻ കോഴ്സ് ആയാലും ശരി, ഒരുമിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് വീഡിയോ ലെങ്തി ആയി പോകുന്നത്. ഒരു കഷ്ണം കഷ്ണം വിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കഴിഞ്ഞ വീഡിയോ എന്താ പറഞ്ഞത്, ഈ വീഡിയോ എന്താ ഉള്ളത്. ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് സംസാരിക്കുക. പ്രീമിയം ഫണ്ടമെന്റൽ ഇൻഫർമേഷനും ടെക്നിക്കൽ ഇൻഫർമേഷനാണ് ഞാൻ തരിക. അത് പഠിച്ചുകൊണ്ട് നിങ്ങൾ അക്കാഡമിക് എഡ്യൂക്കേഷൻ എടുത്തുകൊണ്ട് വ്യക്തവും കൃത്യമായിട്ട് എല്ലാം സാധിക്കും. ഈ പറഞ്ഞ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ.